ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡമാണ്. നമുക്ക് ഭഗവാനെ സ്തുതിക്കാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമരാവണ യുദ്ധമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ വായിച്ചത്? മണ്ടോദരി പറഞ്ഞ് അനുജന് രാജ്യമൊക്കെ കൊടുത്ത് തപസ്സിന് പോകാം. അപ്പോൾ രാവണൻ എന്ത് പറഞ്ഞു? എല്ലാ അമാത്യന്മാരും സഹോദരന്മാരും മക്കളും എല്ലാം യുദ്ധത്തിൽ മരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഏകനായിട്ട് അത് ഭംഗിയല്ലടോ. അതുകൊണ്ട് രാമനാൽ വധിച്ചാലും എനിക്ക് വൈകുണ്ഠത്തിൽ പോയി വൈകുണ്ഠം പ്രാപ്തമാകുമല്ലോ. അതുകൊണ്ട് രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. അങ്ങനെ എന്നിട്ട് എന്ത് പറയുന്നു ഇനി? യുദ്ധം. അങ്ങനെ രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ച് 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരുതി പോലെ പരന്നു വരുന്നത് മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും. വാരുതി പോലെ സമുദ്രം പോലെ ഈ രാക്ഷസന്മാരിങ്ങനെ വരുന്നത് കണ്ടു. പടകളും നായന്മാരും എല്ലാവരും. അപ്പം ഹനുമാനും കുരങ്ങന്മാരും ഇത് കണ്ടിട്ട് ഭീതി മുഴുത്തു വാങ്ങിയിടുന്ന അത് കണ്ട് ഇവരുടെ ഭയം കണ്ടുകൊണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. ഇവരുടെ ഭയം കണ്ട് ഇവർ വരുന്നപ്പോൾ ഇവർ കവികളെല്ലാം പേടിച്ചു. അപ്പോൾ ഭഗവാൻ പറയുന്നു, വാനര വീരരെ, നിങ്ങൾ ഇവരോട് മാനം നടിച്ച് ചെന്നേൽക്കരുതേതുമേ. അവരോട് നിങ്ങൾ യുദ്ധത്തിന് പോകല്ലേ, നിങ്ങൾ മാനം നടിച്ച് ചെന്ന് ഇറങ്ങി ചാടല്ലേ. ഞാൻ ഇവരോട് പോർ ചെയ്തൊടുക്കിയിടും, ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുകയെ വരും. ഞാൻ തന്നെ ചെയ്തുകൊള്ളാം, നിങ്ങൾ സന്തോഷമായിട്ട് കണ്ടുകൊള്ളൂ എന്ന് ശ്രീരാമൻ പറഞ്ഞു. എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്ന് ചാടിയിടിനാൻ ഏകനാം ഈശ്വരൻ. ഈശ്വരൻ ഒരാളായി ഭഗവാൻ ഒറ്റയ്ക്ക് തന്നെ ചെന്നു. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോവേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്ന് ഏറ്റ് അതിന് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ. പണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ഗോപസ്ത്രീകളുടെ എല്ലാ ഗോപസ്ത്രീയുടെ മുമ്പിലും ഓരോ കൃഷ്ണന്മാരുണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ നിശാചരങ്ങളുടെ മുമ്പിലും ഓരോ ശ്രീരാമൻ ചെന്ന് അമ്പ് ചെയ്യുന്നു. അങ്ങനെയാ കാണുന്നത് ഇവിടെ. എത്ര നിശാചരരുണ്ട് വന്ന് ഏറ്റത് അങ്ങ് അത്ര രാമന്മാരുണ്ടെന്ന്. അതുപോലെ രാമമയമായി ചമഞ്ഞതു. അപ്പോൾ ഈ യുദ്ധക്കളം എപ്പോഴും രാമൻ നോക്കുന്നതെല്ലാം രാമനാ. രാമമയമായി ചമഞ്ഞതു. സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവം നേരം. യുദ്ധഭൂമി അങ്ങനെ തോന്നി. എല്ലായിടും ഒരു രാമനേ ഉള്ളൂ. പക്ഷേ ഒരുപാട് രാമന്മാർ എത്ര നിശാചരന്മാരുണ്ടോ അവരോടെല്ലാം രാമൻ നിൽക്കുന്നു. അവർക്ക് തോന്നി അവരോട് എല്ലാം ചെയ്യുന്നതെന്ന്. എന്നോട് തന്നെ പൊരുന്നിതു രാഘവനെന്ന് തോന്നി. രജനീശ്വരർക്കൊക്കെ രാക്ഷസന്മാർക്ക് തോന്നി എന്നോടാ ചെയ്യുന്ന രാമൻ എന്നുവെച്ചാൽ എല്ലാവരുടെ കൂടെയും ഭഗവാൻ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്.
ദ്വാദശ നാഴിക നേരെ ഒരുപോലെ യാതുധാനാവലിയോട് രഘുത്തമൻ 12 നാഴിക ഒരുപോലെ നിന്ന് യുദ്ധം ചെയ്തു രാവണനോട്. 12 നാഴിച്ചാൽ 5 മണിക്കൂറോളം, 2.5 നാഴിക 1 മണിക്കൂർ. അപ്പം 12.5 5 2.5 അപ്പം 12 നാഴികയാണെങ്കിൽ 5 മണിക്കൂറാണ്, 2.5 നാഴിക വീതം. അസ്ത്രം പരീക്ഷിച്ച നേരം ആർക്കും തത്ര ചിത്തെ തിരിച്ചറിയാതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനി വാരുതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതൂടെ. പിന്നെ വാസര രാത്രിയിൽ നിശാചരൻ വാനന്മാരും മേദിനി വാരിത ഭൂമിയും സമുദ്രം വാരുതി ശൈലം വനം പർവ്വതം വനങ്ങൾ ഇതൊന്നും ഭേദമില്ല. എന്താ അവിടെ പ്രത്യേകിച്ച് ഒന്നും തിരിച്ചറിയാൻ വയ്യ. സമുദ്രം എവിടെയാണ്, പർവ്വതം എവിടെയാണ്, ഭൂമി എവിടെയാണെന്നും തിരിച്ചറിയാൻ വയ്യാത്തണക്ക് ശരങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞു. അപ്പോൾ അവിടെ ഒന്നും തിരിച്ചറിയാൻ വയ്യ. ഭൂമി എന്തിയേ, മല എവിടെയാ, കുന്നെവിടെയാ, നദി എവിടെയാ, സമുദ്രം എവിടെ, ഒന്നും തിരിച്ചറിയാൻ വയ്യ. മേദ്രന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞതോ പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളി നിശീഥിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും, ഭഗവാന്റെ ചാപത്തിൻ്റെ മണി കിലുക്കം അതിൻ്റെ നാദവും വ്യോമമാർഗേ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷര അപ്സരോ വൃന്ദവും മുനീന്ദ്രനും ദേവമുനീന്ദ്രനാ നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികൾ ആനന്ദപൂർവകം. ഇത് കണ്ടപ്പോൾ ദേവന്മാരെല്ലാം സ്തുതി തുടങ്ങി. 12 നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണിനാരൊക്കവേ. 12 നാഴിക കൊണ്ട് എല്ലാവരും അവിടെ വീണു. ആരാ? രാത്രിഞ്ചരകൾ. മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ആകാശത്ത് നമ്മൾ മേഘങ്ങൾ ശരിക്കും മേഘനിർമ്മല ഇടയ്ക്കൂടെ ഒരല്പം സൂര്യൻ ബിംബം കാണുന്നില്ലേ, അതുപോലെ ഈ പോർക്കളം മൊത്തവും ഇരുളാണ്. ഇവരെ കൊണ്ടങ്ങ് നിറഞ്ഞ് ഇരുട്ടായി. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ അർക്കനെ സൂര്യനെ എങ്ങനെ കാണാം, അതുപോലെ ഭഗവാൻ അതിനിടയ്ക്കൂടെ കാണുന്നു. അല്ലാതെ എല്ലാം ഇരുളായിപ്പോയി. മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണാൻ തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനർ അർക്ക തനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു. ചുറ്റും നിറഞ്ഞതു രാഘവൻ അന്നേരം. അങ്ങനെ ഭഗവാനെ എല്ലാവരും വന്ദിച്ചു. ആരാ? വാനരന്മാരും ഹനുമാനും സുഗ്രീവനും, അങ്ങനെ എല്ലാവരും. മർക്കട നായകന്മാരോട് അരുൾ ചെയ്ത് രാഘവൻ പറയുന്നു, കുരങ്ങന്മാരോട് പറയുന്നു, മർക്കട നായകന്മാരോട് അരുൾ ചെയ്തത് ഇക്കണക്കെ യുദ്ധം ആശ ചെയ്തിടുവാൻ ഇങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടുന്നത്. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ട് ഞാൻ മുന്നമേ. ഇങ്ങനൊരു യുദ്ധം ഭഗവാൻ നാരായണനും പരമേശ്വരനും അല്ലാതെ ആരും ഇങ്ങനെ ചെയ്തിട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു. രാക്ഷസ രാജ്യം മുഴുവൻ അത് നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. സ്ത്രീകളെല്ലാം കരയുന്നു. അവരുടെ താത, സഹോദര, നന്ദന, വല്ലഭ, നാഥ, നമുക്ക് ആലംബനം ആരെങ്കിലും നമുക്ക് ആലംബനമായിട്ട് ആരാനും ഉള്ളത് ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും കരയുന്നു. വൃദ്ധയായി ഏറ്റവും വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിത് മറ്റല്ല കാരണം. ഇതാണ് കാരണം. അത് ശൂർപ്പണഖയാണ് ഇതിന് കാരണം. ഭഗവാനോടുള്ള ഈ പോര്, ഈ വൃദ്ധയായി ഏറ്റവും വിരൂപയായുള്ള ഈ സോദരി ശൂർപ്പണഖയാണല്ലോ ഇതിനെല്ലാം കാരണം ഇട്ടത്. രാമനെ ശ്രദ്ധിച്ച് ചെന്ന് രാമനെ വേണം അല്ലെ സീതയെ കൊണ്ടുപോകണം, പിന്നെ രാവണന് കൊടുക്കാൻ, ഇങ്ങനെ രാവണനെയും ലക്ഷ്മണനെയും അവൾക്ക് വേണം, ഇങ്ങനെയുള്ള തർക്കങ്ങൾ വന്നു അവൾക്ക് സഹിക്കാനാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഇതാണ് വേറെ ഒരു കാരണവും അല്ലാന്ന് അവരെല്ലാം കരഞ്ഞും കൊണ്ട് ഇങ്ങനെ പറയുവാണ്. വൃദ്ധയായി ഏറ്റവും വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നത് മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്ക് എന്ത് കുറ്റം അതിൽ പരം. പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ഈ രാവണൻ പേപ്പെരുമാളല്ലയോ, പിടിച്ച അത് അത്രമാത്രം നീചനല്ലയോ, ഉള്ള പട്ടികളെ പോലെ അതിൻ്റെ തലവനല്ലയോ. പെരുമാളച്ച വലിയവൻ, എടുത്ത വലിയവനല്ലേ. അതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കല്ല അതിൻ്റെ അർത്ഥം അറിയില്ല. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശൂർപ്പണയ്ക്ക് എന്ത് അല്ല കുറ്റമുണ്ടോ? കുറ്റമതിൽ പരം. പെരുമാളല്ലയോ ഈ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ച് ആശ കുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാഭാവി രാവണൻ. അർത്ഥപ്രഹര മാത്രേണ ഖരാദിയെ യുദ്ധയെ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു. സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരധിയിൽ ചിറകെട്ടി കടന്നതും ഇതൊക്കെ ഭഗവാൻ ശ്രീരാമൻ ഇതൊക്കെ ചെയ്തു. വൃത്രാരിപുത്രനെ, അതായത് ബാലിയെ വധിച്ചു.
വൃത്താരി പ്രഹരം മാത്രം ഖരാതിയെ യുദ്ധെ വധിച്ചു. വൃത്താരിപുത്രനെ മൃത്യു വരുത്തി, അതായത് ബാലിയെ. പിന്നെ സുഗ്രീവനെ വാഴിച്ചു, കാരണം രാജാവാക്കി കിഷ്കിന്ധയിൽ. ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ മാരുതി വന്ന് ചിറകട്ടി അക്കരെ കടന്നു, സീതയെ കണ്ടുപിടിച്ചു, അവിടെ ലങ്ക ചുട്ടു. ഇങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്തു മാരുതി വന്ന് ഇവിടെ ചെയ്ത കർമ്മവും അതാണ് മാരുതി ചെയ്തത്. ഭാരതിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കെ നന്ന് തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരം ആപത്തിങ്ങളുണ്ടാവൂ. ഇത്രയെല്ലാം കണ്ടെങ്കിൽ ഇത്രയെല്ലാം വിചാരം ആപത്തിങ്ങളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. സിദ്ധമല്ലാകിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായ അന്നതും ധിക്കരിച്ചിടാൻ. വേണമായിരുന്നെങ്കിൽ വിഭീഷണൻ പറഞ്ഞ നല്ല വാക്ക് പറഞ്ഞില്ലേ, അന്നേരം അത് മത്തനായിട്ട് അത് ധിക്കരിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സീതയെ നന്നായിട്ട് ആലോചിച്ച് ശ്രീരാമനെ ഏൽപ്പിക്കൂ. എന്തെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞത് കേട്ടില്ലല്ലോ. അത് സിദ്ധമല്ലെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായ അന്ന് അതും ധിക്കരിച്ചിടിനാൻ. ഈ പറഞ്ഞതൊക്കെ ധിക്കരിച്ചിട്ട് വാളും കൊണ്ട് വിഭീഷണനെ വെട്ടാൻ ചെന്നു. ഇതെല്ലാം അവിടെ ആര് പറയുന്നു? ഈ സ്ത്രീകൾ ഇത് പറഞ്ഞ് കരയുക. വേണമായിരുന്നെങ്കിൽ അന്ന് അതൊക്കെ നടക്കാമായിരുന്നല്ലോ, ഇപ്പം ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ, സത്യവ്രതൻ മേലിൽ നന്നായി വരും അവൻ. നല്ലവനാണ് വിഭീഷണൻ, അവൻ ഉത്തമനാണ്, വിവേകിയാണ്, സത്യവ്രതനാണ്, മേലവൻ നന്നായി വരും. ഇതൊക്കെയാണ് അവിടെ സ്ത്രീകൾ പറയുകയും കരയും ചെയ്തത്. നീചൻ ഇവൻ, അതായത് രാവണൻ, നീചൻ ഇവൻ കുലമൊക്കെ മുടിപ്പതിന് ആചരിച്ചാനിതോ തൻ മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ച് മറ്റുള്ള അമാത്യ ജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും എന്താ മറന്നെന്ന് വെച്ചാൽ ഈ ദുഷ്ടങ്ങളെല്ലാം ദുഷ്ടതരങ്ങൾ എന്തൊക്കെ ചെയ്ത് ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദം അടക്കിനാനേറ്റവും ഒരു മര്യാദയില്ലാതെ ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും എല്ലാം ഇവൻ കൈക്കലാക്കിയില്ലേ മര്യാദയില്ലാതെ. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ച് കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥം അന്യായേന നിത്യം ആർജിക്കുകയും മിത്രജനത്തെ വെറുത്ത് ചമയ്ക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും. ധാർമ്മികന്മാരുടെ നല്ലവരുടെ എല്ലാം സജ്ജനങ്ങളുടെയൊക്കെ മുതലുകളെല്ലാം അവ അടക്കി പിടിച്ചു എടുത്തു. പിന്നെ മിത്രങ്ങളെയെല്ലാം വെറുത്തു. അർത്ഥം അന്യായന ആർജിച്ചു. ന്യായമല്ലാത്ത അർത്ഥങ്ങളെല്ലാം തോന്നുന്ന രീതിയിൽ അവൻ ആർജിച്ചെടുത്തു. ഇതൊക്കെ ദോഷങ്ങളല്ലേ. പാരം ഗുരുജന ദ്വേഷവും കൊണ്ട് ഇവന് ആരോടുമില്ല കൃപയും. ഒരിക്കലും ഗുരുക്കന്മാരെ നിന്ദിക്കുന്നു, സന്യാസിമാരെയും മഹർഷിമാരെയൊക്കെ നിന്ദിക്കുന്നു. ഇവനാരോട് കൃപയില്ല. ഈ മഹാഭാവി ചെയ്ത ഒരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാൻ ഇവൻ. നമുക്ക് പോലും ഇവൻ കാരണം ദുഃഖമായി. ഇത്തം പുരസ്ത്രീജനത്തിന് വിലാപങ്ങൾ തക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിന് ആശ പുറപ്പെടുകെങ്കിൽ നാം. ഇത്രയും കേട്ടപ്പോൾ അവന് സങ്കടം സഹിക്കാൻ വയ്യ. സ്ത്രീകൾ പറയുമ്പോൾ എന്നാൽ ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, ഈ ശത്രുക്കളൊക്കെ ഞാൻ ഇപ്പം തന്നെ കൊന്നിട്ട് വരാം, ഞാൻ പുറപ്പെടാൻ പോകുന്നു എന്നത് കേട്ടു വിരൂപാക്ഷനും. അതിന് മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു. ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങിനാർ ഏറ്റവും. അങ്ങനെ മഹോദരനും വിരൂപാക്ഷനും പിന്നെ മഹാപാർശ്വനൊക്കെ അവൻ രാവണന്റെ കൂടെ ഇറങ്ങി. ദുർനിമിത്തങ്ങളുണ്ടായ അനാദരിച്ചുന്നതനായ നിശാചര നായകൻ ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് ആദരിച്ചില്ല, അനാദരിച്ച്. പിന്നെ ദുർനിമിത്തങ്ങൾ അതൊക്കെ അവിടെ കിടക്കാന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ആദരിക്കണം. ദുർനിമിത്തം നമുക്ക് ഇപ്പം പോണ്ട, അല്പം കഴിഞ്ഞിട്ട് പോകാം എന്ന് ചിന്തിക്കണം. അത് ചെയ്തില്ല. ദുർനിമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ച് ഉന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാവലമെന്നിയേ. വാനരവീരരും രാക്ഷസരോട് എതിർത്താർ അത് കണ്ട് ഏറ്റവും ഊക്കോടടുത്തു നിശാചര വീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാവണ്ണം പൊരുതാർ അതുനേരം. വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ട് വിലോചനൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ട് കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും. നന്നായിതെന്ന് വിരൂപാക്ഷനും അഥ വെട്ടിനാൻ വാനരനായക വക്ഷസി. പുഷ്ടകോപത്തോട് മർക്കടരാജനും. വാനരൻ വക്ഷസിയിൽ വാനരനായക വക്ഷസി, അതായത് വാനരന്മാരുടെ നായകനാണ് കുരങ്ങന്മാരുടെ നായകൻ സുഗ്രീവൻ്റെ വക്ഷസിയിൽ ഒരു വെട്ട് കൊടുത്തു. പക്ഷേ പുഷ്ടകോപത്തോട് മർക്കടരാജൻ എന്ത് ചെയ്ത്? മർക്കടരാജൻ സുഗ്രീവൻ എന്ന പേര്. അപ്പം ഉടനെ ഈ സുഗ്രീവൻ നെറ്റിമേൽ ഒന്നടിച്ചാൻ അതുകൊണ്ടവൻ തെറ്റെന്ന് കാലപുരം ബുക്കുമേവിനാൻ. ഈ സുഗ്രീവൻ്റെ വക്ഷത്തിൽ വെട്ടി മാറിയിട്ട് മറ്റവൻ്റെ തലയ്ക്ക് നെറ്റിയിലടിച്ച് അവൻ അപ്പോഴേ തന്നെ ചത്തു. തെറ്റുന്ന കാലപുരം ബുക്ക് മേവിനാൻ. തേരിലേറിക്കൊണ്ട് അടുത്താൻ മഹോദരൻ അടുത്തവൻ വന്നു. തേരും തകർത്ത് സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ച് അത് കണ്ട് അതീകൃതനായി വന്നടുത്താൻ മഹാപാർശ്വനും. രണ്ടുപേരും പോയി. ഇനി മഹാപാർശ്വൻ വന്നു.
അങ്കദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മിഴികളോട് ആശരാധീശനും. അവനെയും അങ്കദൻ കൊന്നു, ബാലിയുടെ മകൻ. അപ്പോൾ എന്തോ ചെയ്യുന്നു? പൊങ്ങും മിഴികളോട് ആശരാധീശനും. അയ്യോ, ഇങ്ങനെ കണ്ണെല്ലാം തള്ളിക്കൊണ്ട് ഇവർ മൂന്നുപേരും പെട്ടെന്ന് മരിച്ചോ എന്ന് പറഞ്ഞ് രാവണൻ എണീറ്റ്. പോർ മതത്തോട് അടുത്ത് കവികളെ അത്രമത അഹങ്കാരത്തോട് യുദ്ധത്തിന് വേണ്ടി കവികളോട് അടുത്ത് താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാൻ ഒഴിയിൽ. താമസാസ്ത്രം അതുകൊണ്ട് ഈ വാനരന്മാരെ കവികളെ വീഴ്ത്തി, ഭൂമിയിലേക്ക് വീഴ്ത്തി. രാമനും ഐന്ദ്രാസ്ത്രമേത് തടുത്തിതു. അപ്പൊ ശ്രീരാമൻ ഐന്ദ്രാസ്ത്രമേത് തടുത്തിതു താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരമാസ്ത്രമെയ്താൻ അത് വന്നളവ് ആതുരന്മാരായി. ഇതാശു കവികളും കവികൾക്ക് വിഷമമായി, ആതുരന്മാരായി അവർക്ക് വിഷമമാകുന്നു. വാരണ സൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോ ഉരക സൈരിഭവായ വാനര സിംഹരൂമൃഗ കാക ഗൃധ്രാനനമായി വരുമാസുരാസ്ത്രാത്മകം. ഒന്നുകൂടെ വായിക്കാം. വാരണ സൂകുര കുക്കുട ക്രോഷ്ടുക സാരമേയോ ഉരക സൈരിഭവായ വാനര സിംഹരരു മൃഗ കാക ഹൃദ്രാനനമായി വരും ആസുരാസ്ത്രാത്മകം. മുൽഗര പട്ടസ ശക്തി പരശത ഖഡ്ഗ ശൂല പ്രാസബാണ ആയുധങ്ങളും രൂക്ഷമായി വന്നു പരന്നത് കണ്ടളവ് ആഗ്നേയവസ്ത്രമെയ്താൻ മനുവീരനും. അങ്ങനെയുള്ള വലിയ വലിയ ആയുധങ്ങളൊക്കെ വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? ആഗ്നേയ വസ്ത്രമെയ്താൻ മനുവീരൻ വെച്ചാൽ മനുഷ്യവീരൻ ശ്രീരാമൻ. മനു മനുഷ്യൻ, അവിടെ മനുഷ്യനായിട്ടുള്ളത് ശ്രീരാമനാണ്, ലക്ഷ്മണനുമാണല്ലോ. വീരൻ എന്ന് പറയുന്ന ലക്ഷ്മണനെ പറയത്തില്ല, വീരൻ എന്ന് വെച്ചാൽ ശ്രീരാമനെ പറയും. മനുവീരൻ മനുഷ്യന്റെ വീരൻ. അങ്ങനെ ഇതെല്ലാം ഈ ഖഡ്ഗ ശൂല പ്രാസ ബാണായുധങ്ങൾ രൂക്ഷമായി വന്ന് പരന്നത് കണ്ടപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ആഗ്നേയ അസ്ത്രം എയ്തു. അതാ മനുവീരൻ. ശങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്ന് നിറഞ്ഞള ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അങ്ങനെ ഭഗവാന്റെ ഇതും കൊണ്ട് ചെന്നപ്പം മറ്റവന്റെ ആസുരാസ്ത്രം പോയി മറഞ്ഞു. അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രമാം അല്പേതര ആയുധം കാണായുധന്തികെ. അപ്പോഴത് വേറൊരു അസ്ത്രം വന്നു. ആര് കൊടുത്തത്? മയൻ. രാവണൻ മയൻ കൊടുത്തിട്ടുണ്ട്. ആ അസ്ത്രം ദിവ്യാസ്ത്രം അല്പേതര ആയുധം കാണാ. അങ്ങനെ ആ ആയുധം വന്നു, അന്തികയെ കണ്ടു. ഗാന്ധർവാസ്ത്രം പ്രയോഗിച്ചത് അതിനെയും ശാന്തമാക്കിടൻ മാനവവീരനും. അപ്പോൾ അതിനെ ഗാന്ധർവാസ്ത്രം പ്രയോഗിച്ച് അതിനെ വീര്യമാക്കി. സൗര്യാസ്ത്രമെയ്താൻ ദശാനനം നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും അവിടെയും അങ്ങനെ ഇട്ടു. അപ്പം സൗര്യാസ്ത്രമെയ്താൻ ദശാനനൻ, അപ്പോൾ ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്ത് അതും ഖണ്ഡിച്ച നേരം അത് കൊണ്ട് ഖണ്ഡിച്ചു ശ്രീരാമൻ. ഖണ്ഡിച്ച നേരം ആഖണ്ഡല വൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്ത് മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങൾ എയ്താൻ അതുകൊണ്ടുടൻ കീറി മുറിഞ്ഞതു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാലു കോട് തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്ത് സൂതനെയും കൊന്നു. സൂതനച്ച സാരഥി, രാവണന്റെ സാരഥി, രഥം നയിക്കുന്ന ആളിനെ സൂതൻ എന്ന് പറയുന്നത്. 5 ശരമെയ്തു സൂതനെയും കൊന്ന് ചഞ്ചലഹീനം മുറിച്ചതു ചാപവും. അശ്വങ്ങളെ ഗത കൊണ്ട് വിഭീഷണൻ തച്ചു കൊന്നാൻ. അതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശു വേൽ കൊണ്ട് അതിക്രോധ വിഭീഷണനെ പ്രയോഗിച്ചതു. വിഭീഷണൻ രാവണന്റെ അനുജനാണ്. ശത്രുക്കളോടൊപ്പം നിന്ന് ചെയ്യുന്നതുകൊണ്ട് വിഭീഷണനോട് കൂടുതലും വൈരാഗ്യമുണ്ട് ഈ രാവണന്. അതുകൊണ്ട് അശ്വങ്ങളെ ഗത കൊണ്ട് വിഭീഷൺ തച്ചു കൊന്നത് നേരം ദശാനൻ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ദശാനൻ എന്ത് ചെയ്തു? ഭൂതലെ ഉടനെ രഥത്തിൽ നിന്ന് ചാടി. ഇങ്ങനെ അശ്വങ്ങളൊക്കെ പോയപ്പോൾ പിന്നെ ഭൂമി നിന്നല്ലേ പറ്റൂ, രഥത്തിൽ പിന്നെ നിയന്ത്രിക്കാൻ കുതിരകളില്ലല്ലോ. അങ്ങനെ ഭൂതലെ ഭൂമിയിൽ ചാടി വീണ് വേൽ കൊണ്ട് അതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചതു. അപ്പോൾ വിഭീഷണനെ വേൽ കൊണ്ട് പ്രയോഗിച്ചു. ബാണങ്ങൾ 3 കൊണ്ട് ഏത് മുറിച്ചതു വീണത് 3 നുറുങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാർ അവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തൊരു വേൽ കൈക്കൊണ്ട് ചാട്ടുവാൻ ഓങ്ങിയ നേരത്ത് ലക്ഷ്മണൻ പുൽമുക്ക് ബാണങ്ങൾ എയ്തത്. അങ്ങനെ വീണ്ടും അയാൾ വേൽ കൊണ്ടുവന്ന് മുന്നം മയൻ കൊടുത്തൊരു വേൽ കൊണ്ടുവന്ന് വീണ്ടും വിഭീഷണനെ ചാട്ടിടവ ഒരുങ്ങിയപ്പോൾ ലക്ഷ്മണൻ ചെന്ന് അത് എയ്ത് മുറിച്ചു കളഞ്ഞു. ലക്ഷ്മണൻ മുൽപ്പൊക്ക് ബാണങ്ങൾ എയ്ത് അത് നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തം അണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ. അതുകൊണ്ടെന്ന് അവൻ്റെ ദേഹത്തുകൊണ്ടപ്പോൾ മൊത്തം രക്തമായി, ദേഹം അത്രേ. നിൽക്കും ദശാനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട്, നന്നു നീ എത്രയും, നീ കൊള്ള ആള്. കാരണം വിഭീഷണനെ കൊല്ലാൻ ചെയ്തെല്ലാം അവിടെ തടഞ്ഞതെല്ലാം ലക്ഷ്മണനാണ്. അതുകൊണ്ട് നീ ആള് തിരക്കേടില്ലെന്ന് രാവണൻ നന്ന് ലക്ഷ്മണനോട് തന്നോട് പറയുന്നു. നന്നു നീ എത്രയും രക്ഷിച്ചവാർ, നീ കൊള്ളാം, നീ രക്ഷിച്ച കൊള്ളാം വിഭീഷണനെ തഥാ, വിഭീഷണൻ നീ രക്ഷിച്ച് കൊള്ളാം, നീ നല്ലവനാണെന്ന്
ദേഷ്യം പറയുക. എന്നിട്ട് രക്ഷിക്കുക, എന്നാൽ നീ കണ്ടോ, നീ രക്ഷിക്കാൻ നിനക്ക് എത്ര നല്ലതാണെങ്കിൽ നിനക്കിപ്പോൾ ഞാൻ ഇട്ട് തരാം, എന്താ അടുത്ത ബാണം അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ വീണ് കിടക്കും ലക്ഷ്മണൻ. അത്രമാത്രം ഭയങ്കര ശക്തിയുള്ളൊരു വില്ലാണ് ഇടാൻ പോണത്. ദേഷ്യം സഹിക്കുമോ ലക്ഷ്മണന്? പിന്നെ അതായത് രാവണൻ്റെ അനുജനാണ് വിഭീഷണൻ. വിഭീഷണനെ എത്രമാത്രം കൊല്ലാനിരിക്കുക രാവണന്, കാരണം അവനോടൊത്ത് നിൽക്കാണ്ട് ശ്രീരാമനോടൊത്ത് നിൽക്കുന്നത് കൊണ്ട് അത്ര ദേഷ്യമുണ്ട്. അപ്പോൾ അതിനെ സഹായിക്കാൻ ലക്ഷ്മണൻ അതുകൊണ്ട്, എന്നാൽ ലക്ഷ്മണൻ ഇരിക്കട്ടെ, അടുത്ത ബാണം ലക്ഷ്മണൻ അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാണാം, അത് അവൻ്റെ ഊക്ക് അത്രയ്ക്കുണ്ട് ദേഷ്യം രാവണന്. അപ്പോൾ ലക്ഷ്മണൻ തന്നോട് നന്ന് നീ എത്രയും രക്ഷിച്ചവാറ് വിഭീഷണനെ തഥാ രക്ഷിക്കാൻ നന്ന് നിന്നെപ്പോലെ എന്നോട് ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു എന്നോട് ശക്തി വരെ നീ കാണൂ. ശക്തനാകൽ ഭവാൻ ഖണ്ഡിക്കുക വേലിത്. നീ അത്ര മിടുക്കനാണെങ്കിൽ ലക്ഷ്മണ, നീ അത്ര മിടുക്കനാണെങ്കിൽ എൻ്റെ വേല് നീ ഖണ്ഡിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വേഗന ചാട്ടിയിടിനാൻ ചെന്ന് തറച്ചതു മാറത്ത്. ശക്തിയായിരിക്കുന്ന വേലാണ്, ശക്തി എന്നാണ് അതിന് പേര്. അത് ചെന്ന് ലക്ഷ്മണൻ്റെ മാറിൽ തറച്ചു. കുട്ടിയല്ലേ, അത്രമാത്രം ശക്തിയോടെയാണ് അവൻ വിട്ടതും. ആ ശക്തിയുള്ള വേലോണ് അത്രമാത്രം ദേഷ്യത്തോട് വരുമ്പോൾ അതിനുള്ള ശക്തിയും കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് പോർ മതത്തോട് അടുത്ത കവികളെ താമസാസ്ത്രം കൊണ്ട് വീട്ടിനാൻ ഒഴിയിൽ. മറഞ്ഞു പോയോ ഇത്? പേജ് മറിഞ്ഞു പോയി, ഞാൻ അറിയാതെ കാറ്റടിച്ച്. അങ്ങനെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകൽ ഭവൻ ഖണ്ഡിക്കവേലതും എന്ന് പറഞ്ഞു വേഗന ചാട്ടിയിടിനാൻ ചെന്ന് തറച്ചതു മാറത്തു. ശക്തിയും ലക്ഷ്മണൻ്റെ മാർത്തന്നെ ആ വേലിൽ നിന്ന് തറച്ചു. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞുടൻ വിസ്ത്രസ്തനായി തത്ര വീണു. കുമാരനും തടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വല്ലാതെ വന്നു. അത് വല്ലാത്തൊരു ശക്തി വേലാണ് അയച്ചത് രാവണൻ. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. അത് ദുഃഖം കൊണ്ട് രാമനും വിഷമിച്ചു. വേൽ കൊണ്ട് ലക്ഷ്മണൻ വീണപ്പോൾ പിന്നെ സഹിക്കുമോ ശ്രീരാമനെ കൊണ്ടാ ശ്രീരാമൻ സഹിക്കും, പക്ഷേ ലക്ഷ്മണന് കൊണ്ടാ സഹിക്കൂ. അതുകൊണ്ട് ഭഗവാൻ വിഷമമായി. ശക്തി പറിപ്പതിന്, അതായത് ഈ ശക്തിയാകുന്ന വേല് ഊരിക്കളയണ്ടേ ദേഹത്തുനിന്ന്, അത് പറിക്കാൻ. ശക്തി പറിപ്പതിന് ആർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞു. രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ. വലിച്ചു ഊരണ്ടേ, അത് വരത്തില്ല, അത്ര ശക്തി ആ വേലിന്. പൊരുത്തൊക്കെ ഇരിക്കുമായിരിക്കും, കഷ്ടം. ഇപ്പം അന്നത്തെ കാലം ഓർക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ തന്നെ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ച് ഊക്കോട് അത് പിടിച്ചെടുത്ത് മുറിച്ചം കളഞ്ഞു. മിത്രതനയ സുഷേണ ജഗൽപ്രാണ പുത്രാദികളോട് അരുൾ ചെയ്തത് ആദരാൽ. സുഗ്രീവനോടും പിന്നെ ഹനുമാനോടും ഭഗവാൻ പറഞ്ഞു, ലക്ഷ്മണൻ തന്നോട് ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളുവിൻ, വിഷാദിക്കരുതേതും. വിഷമിക്കേണ്ട, ലക്ഷ്മണൻ്റെ ചുറ്റിനും ഹനുമാനും സുഗ്രീവ പോയി നോക്കണം, ചുറ്റിനെ ഇരിക്കണം, കാത്തുകൊള്ളണം, വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ദുഃഖ സമയമല്ല, ഇപ്പോൾ ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദുഃഖമായിട്ടിരിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് ശ്രീരാമനോട് ഇരിക്കാൻ പറ്റില്ലല്ലോ. ലക്ഷ്മണനെ ശുശ്രൂഷിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഈ സമയം അതല്ല. ദുഃഖിക്കാനുള്ള സമയമല്ല. ദുഃഖ സമയമല്ല ഇപ്പോൾ, ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ. കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുവിൻ നിങ്ങൾ എല്ലാവരും ഇന്ന് മൽക്കര കൗശലം. എൻ്റെ കൗശലം, എൻ്റെ കൈയുടെ കൗശലം നിങ്ങൾ കാണൂ. കല്യാണം സന്തോഷത്തോടെ നിങ്ങൾ കാണൂ. കല്യാണം സന്തോഷം, മംഗളം. അങ്ങനെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്ന് മൽക്കര, എൻ്റെ കൗശലം നിങ്ങൾ കാണൂ. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോട് ഒരുമിച്ച് വാരധിയിൽ ചിറകെട്ടി കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹസാധ്യമായിട്ട് അവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു. രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി. അതായത് ഇതെല്ലാം ചെയ്തവിടെ ശക്രാത്മനെ വധിച്ചു, അതായത് ബാലിയെ വധിച്ചു, പിന്നെ അർക്കാത്മനോട് ഒരുമിച്ചിട്ട് വാരധി ചിറകെട്ടി സമുദ്ര ചിറകെട്ടി അക്കരെ കടന്നു, നിശാചരന്മാരെ വധിച്ചു. രാവണ നിഗ്രഹ സാധ്യമായിട്ട് ഇതെല്ലാം രാവണൻ നിഗ്രഹിക്കേണ്ട കാര്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തത് കേവലം. എന്നാൽ ഇപ്പോൾ എന്ത് വരുന്നു? ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്താണ്? അഭിമുഖമായിട്ട് വന്ന് ശ്രീരാമനും രാവണനും കൂടെ. അതാണ് രാവണ നിഗ്രഹ സാധ്യമായിട്ട് ഇതെല്ലാം ബാലിയെ കൊന്നതെല്ലാം അതുകൊണ്ടാണല്ലോ, ഇങ്ങനെ വന്നുകൊണ്ടാണല്ലോ സുഗ്രീവനായിട്ട് സഖ്യം ചെയ്യാനും കാരണമായി. അതുകൊണ്ടാണ് ബാലിയെ കൊല്ലാനൊക്കെ വന്നത്. അങ്ങനെ എല്ലാം വന്ന് സുഗ്രീവന് രാജ്യാഭിഷേകം കൊടുത്ത് ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പം എന്ത് വന്നു? അഭിമുഖമായിട്ട് രാവണ നിഗ്രഹ സാധ്യമായിട്ട് അവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു. രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി. അതുകൊണ്ട് ഇപ്പം അഭിമുഖമായിട്ട് നിൽക്കുന്ന ഇനി ആരെങ്കിലും ഒരാൾ മതി. ഇത് ശ്രീരാമനും രാവണനും കൂടെ ഈ ഭൂമിയിൽ വേണ്ട. രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതിൽ ഇനി. രാത്രിഞ്ചരനെ
കൊല്ലുവൻ നിർണയം. അതുകൊണ്ട് ഞാൻ രാവണനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്ത അമ്പുതികളും. അത് ശ്രീരാമൻ പറയുന്നത് അത്രമാത്രം സങ്കടത്താണ് ലക്ഷ്മണന്റെ ദേഹത്ത് തറച്ചപ്പോൾ ഭഗവാന് ഇരിക്കപ്പുറതിയില്ല. അത്ര വിഷമമുണ്ട്, അത്രമാത്രം ഭയങ്കരമായ വിഷമമുണ്ട് ഉള്ളിൽ. അതുകൊണ്ടാണ് ഇനി ഞാനും രാവണനോട് രണ്ടുപേരോട് അവിടെ വേണ്ട, പെട്ടെന്ന് തന്നെ അവനെ തകർത്ത് കൊല്ലണമെന്നുള്ള ചിന്ത വന്നു. അങ്ങനെ വന്നെങ്കിലേ അവനെ വധിക്കാനും പറ്റൂ. ഒരു ശക്തി ഉള്ളിൽ വേണം, ഒരു വൈരാഗ്യം വേണം അവനോട്. ഈ ദുഷ്ടൻ അത്രമാത്രം കടുത്തവനാ ഈ രാവണൻ. ആരാലും വധിക്കാനും പറ്റില്ല, അത്രമാത്രം കർമ്മങ്ങൾ ചെയ്ത് തപസ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മരിക്കത്തില്ല. അതുകൊണ്ട് ഭഗവാൻ ഇപ്പോൾ ഒരു ഉയിരും കൂടെ അങ്ങോട്ട് വന്ന് ദേഷ്യം കൂടി ലക്ഷ്മണന്റെ ആ കിടപ്പ് കണ്ടപ്പോൾ. അത്രമാത്രം ശക്തിയാകുന്ന വേലാണ് തറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ രാത്രീന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ, ഞാൻ സൂര്യവംശം ജനിച്ചവനാണെങ്കിൽ ഞാൻ സപ്തദീപങ്ങളും, അതായത് സപ്തദീപങ്ങളും സപ്ത അമ്പുതികളും, ഏഴ് സമുദ്രങ്ങളും സപ്ത അചലങ്ങളും സപ്ത പർവ്വതങ്ങളും ചന്ദ്രസൂര്യന്മാരും, നമ്മുടെ ഭൂമിയിൽ എവിടെ ചന്ദ്രനും സൂര്യനും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ, ഇവിടെ ആകാശഭൂമി എത്ര നാളുണ്ടോ അതുവരെ പോകാതെ കീർത്തി വർദ്ധിക്കും പരിച്ചു ഞാൻ. അതായത് ഈ രാമരാവണ യുദ്ധം ഈ ഭൂമി അവസാനിക്കുന്നിടത്തോളം കാലം കീർത്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാതെ ഇപ്പോഴ് അമ്മക്കന്നറിയാം, എൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു. അന്നൊന്നും ഈ രാമായണം അമ്മയ്ക്കൊക്കെ ഇതിൻ്റെ നാമങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇത് എതിൽ നിന്നെടുത്ത നാമമൊന്നും എനിക്കറിയില്ല. അതൊന്നും ഒന്ന് പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും തോന്നിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് എവിടെ നിന്ന് നാമം കിട്ടി? കാരണം സൂര്യദേവൻ്റെ ഒരു നാമം ഇതിലുണ്ട്, അതൊക്കെ ചൊല്ലുന്ന കുഞ്ഞമ്മയൊക്കെ ചൊല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്ന് എല്ലാവർക്കും രാമായണം എന്നുള്ള എത്രമാത്രം പ്രിയമാണെന്നവർക്ക് അപ്പോൾ വർദ്ധിച്ച് വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കീർത്തി വർദ്ധിക്കും പരിചയം ഞാൻ. അതാണ് ഭഗവാൻ അവിടെ ആ ശപഥം ചെയ്തതാണ്. ഇത് ഈ ഭൂമി ആകാശം ഉള്ളിടത്തോളം ആദ്യത്തെ ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം ഞാൻ മാർക്കാണ്ഡകുലത്തിൽ ജനിച്ചെങ്കിൽ സപ്തദീപങ്ങളും സപ്ത അചലങ്ങളും സപ്ത അബ്ധിയും എല്ലാം ഉള്ളിടത്തോളം കാലം ഞാനിവിടെ ഈ കഥ വർദ്ധിച്ചുകൊണ്ടെങ്കിൽ കീർത്തി വർദ്ധിപ്പിക്കും. ആയോധനയെ ദശകണ്ഠനെ കൊല്ലുവാൻ ഒരു ആയുധപാണി എന്നാകിലും നിസ്സംശയം. ദേവ അസുരോ ഉരക ചാരണ താപസരേ വരും കണ്ടറിയണം മമബലം. ഇവരെല്ലാവരും എൻ്റെ ബലം കണ്ടറിയണം. യുദ്ധം അരുൾ ചെയ്ത് നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങൾ എയ്ത് യുദ്ധം തുടങ്ങിയിടിനാൻ. തൽസമം ബാണം നിശാചരാധീശന് ഉത്സാഹം ഉൾക്കൊണ്ട് തൂക്കി തുടങ്ങിനാൻ. ഇരുകൂട്ടരും നന്നായി തുടങ്ങി. രാഘവരാമണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ മഴ ചൊരിയുന്നത് പോലെ അവർ തുടങ്ങി. ബാണഗണം പൊഴിച്ചിടുന്ന അതുനേരം ഞാണലി കൊണ്ട് മുഴങ്ങി ജഗത്രയം. സോദരൻ വീണ് കിടക്കുന്നതോർ തൊള്ളിലാതി മുഴുത്തു രഘുകുലനായകൻ. ഇങ്ങനെയാണെങ്കിലും ഭഗവാന്റെ ഉള്ളിൽ വേദന വരുന്നു. ശ്രീരാമന് ലക്ഷ്മണനുള്ള ഇത് ഉള്ളിൽ കിടക്കുന്നു. അങ്ങനെ കിടന്നുകൊണ്ടൊരു യുദ്ധം ചെയ്ത് വിഷമമാണ്. ഉള്ളു നല്ലപോലെ യുദ്ധത്തിനായിട്ട് തന്നെ തുനിഞ്ഞിരിക്കണം. അവിടെ ഇപ്പം ഓർമ്മ ലക്ഷ്മണൻ എന്നുള്ള ചിന്ത വരുന്നു, എന്താകും എന്നുള്ള ചിന്ത. അതുകൊണ്ട് സോദരൻ വീണ് കിടക്കുന്ന ഓർത്ത് ഉള്ളിൽ ആദ്യം മുഴുത്തു രഘുകുല നായകൻ താരയ താതനോടേവോ അരുൾ ചെയ്തു. ധീരതയില്ല യുദ്ധത്തിനേതുമേ മമം. അപ്പോൾ എനിക്ക് ശക്തി പോരാ, യുദ്ധം ചെയ്യാൻ തളരുന്നു. അത് ധീരതയില്ല യുദ്ധത്തിനേതും മമ, എനിക്ക് ശക്തിയില്ല, ധൈര്യമില്ല. ഭൂതലെ വാഴുകയിൽ നല്ലതെനിക്കിനി ഭ്രാതാവ് തന്നോട് കൂടെ മരിപ്പതും. ഭ്രാതാവ് സഹോദരൻ ലക്ഷ്മണനോട് തന്നെ മരിക്കുന്നതാണ് ഈ ഭൂമിയിൽ വാഴുന്നത്. അതാണ് വിൽ പിടിയും മുറുകുന്നില്ല. തേതുമേ എൻ്റെ കയ്യിൽ വില്ല് പിടി മുറുകുന്നില്ല. കെൽപ്പമില്ലാതെ ചമഞ്ഞോ എനിക്ക് ശക്തിയും പോരാ. നിൽപ്പാനും ഏതും അരുത് മനസ്സിനും വിഭ്രമമേറിൻ്റെ മനസ്സിനും വിഭ്രമമായി നിൽക്കാനും ഒക്കുന്നില്ല. അങ്ങനെ നിൽപ്പാനും ഏതും അരുത് മനസ്സിനും വിഭ്രമമേറി വരുന്നത് മേൽക്കുമേൽ മുമ്പോട്ട് കടന്നു വരുന്നു. വിഭ്രമങ്ങൾ തളർച്ചകൾ കൂടുതലായിട്ട് വരുന്നു. ദുഷ്ടനെ കൊല്ലുവാൻ ഉപായവും കണ്ടില്ല. രാവണനെ കൊല്ലാനുള്ള ഒരു ഉപായവും കാണുന്നുമില്ല. നഷ്ടമായി വന്നതു മാനവും മാനസേ. ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോട് ആശ ചൊല്ലിടിനാൻ. ഇങ്ങനെയെല്ലാം വിഷമിച്ചപ്പോൾ സുഗ്രീവൻ പറയുന്നു. സുഷേണൻ എന്ന് വെച്ചാൽ സുഗ്രീവനാ, അല്ല വേറെ ആരുമല്ല. എനിക്ക് അങ്ങനെ തോന്നിക്കുന്നത്. സുഗ്രീവനെ സുഷേണൻ എന്ന പേരുണ്ടെന്ന് തോന്നുന്നു. അതായത് അർക്കപുത്രൻ നേരത്തെ എവിടെ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സുഗ്രീവനെ സുഷണൻ എന്ന് പേരുണ്ടെന്ന്. അപ്പോൾ ദേവദേവൻ തന്നോട് ഭഗവാനോട് സുഗ്രീവൻ പറയുന്നു. എന്താ പറയുന്നേ? ദേഹത്തിന് ഏത് നിറം പകർന്നതിലൊരു മോഹമത്രേ കുമാരനെന്ന് നിർണയം. കുമാരന് വിഷമമൊന്നും എഴുന്നില്ല. ദേഹത്തിനൊന്നും നിറം മാറും. ഇങ്ങനെയൊക്കെ വന്നാൽ ദേഹത്തിനൊക്കെ നിറം മാറി വരും, എന്തെങ്കിലും നീലിമ വിഷം പോലെ എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് ദേഹത്തിന് ഏത് നിറം പകർന്നതിൽ ഒരു ദേഹം മോഹം അത്ര, ഇതൊരു മോഹാലസ്യമാണ് അത്രേ കുമാരനെന്ന് നിർണയം. വക്ര നേത്രങ്ങൾക്കും ഏതും വികാരമില്ല അത്ര തീർന്നപ്പോൾ ഉണരും. അതായത് വായിക്കും കണ്ണിനൊക്കെ പിടിച്ചു നോക്കും.
കണ്ണിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വക്രം വായിക്കും നേത്രങ്ങൾക്കും ഏതും വികാരമില്ല. അത്തൽ ഏതാ വിഷമം തീർന്നപ്പോൾ ഉണരും അവരജൻ. അവരജൻ എന്ന് വെച്ചാൽ അനുജൻ പെട്ടെന്ന് തന്നെ ഉണരും, കുഴപ്പമൊന്നും ഇല്ല എന്ന് ഭഗവാനോട് സമാധാനം പറഞ്ഞു കൊടുത്തു സുഗ്രീവൻ. എന്നുണർത്തിച്ച അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചെന്നാൻ സുഷേണനും മുന്നേ കണക്കെ വിശല്യകാരൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അനിലാത്മനാണല്ലോ മരുന്നിന് പോകേണ്ടെന്ന് പറന്നു പോകേണ്ടതല്ലയോ, അതുകൊണ്ട് അത് ഇത്രയും പറഞ്ഞ് ഉണർത്തിച്ച് ഭഗവാനോട് പറഞ്ഞിട്ട് ഹനുമാനോട് പറയുന്നു സുഷേണൻ. എന്ന് ഉണർത്തിച്ച അനിലാത്മൻ തന്നോട് പിന്നെ നിരൂപിച്ച് ചൊന്നാൻ സുഷേണൻ പറയുന്നു. മുന്നേ കണക്ക് മുമ്പ് നമ്മളിങ്ങനെ പോയി മരുന്ന് കൊണ്ടുവന്നല്ലോ, അതുപോലെ മുന്നേ കണക്ക് വിശല്യകരണീയാകുന്ന മരുന്ന് ഇന്ന് കൊണ്ടുവന്നിടുക എന്ന അളവേ ഹനുമാനും വിരവോട് ചെന്ന് മരുന്ന് അതും കൊണ്ടുവന്നിടാൻ പെട്ടെന്ന് തന്നെ പോയി. ആ കൈലാസമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകണമല്ലോ, അവിടെ പോയി ഹനുമാൻ പെട്ടെന്ന് തന്നെ മരുന്ന് കൊണ്ടുവന്ന് നസ്യവൻ ചെയ്ത് സുഷേണൻ കുമാരൻ ആലസ്യവൻ തീർന്ന് തെളിഞ്ഞു വിളങ്ങിയ സന്തോഷമായി, വിഷമമൊക്കെ തീർന്ന് നസ്യം ചെയ്യും. നസ്യം എന്ന് വെച്ചാൽ മൂക്കി കൂടെ മണപ്പിക്കുകയാണ്ട് ചെയ്യും. പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നേ ഇരുന്നവണ്ണം തന്നെയാക്കി വീണ്ടും അവിടെ തന്നെ കൊണ്ട് വെക്കണം ആ മരുന്നുകൾ. അതാണ് ഒരു നീതിയുള്ളൊരു ആളുകൾ അങ്ങനെയാണ്. ചിലർ കളഞ്ഞിട്ടങ്ങ് പോകും, എന്തിനാ ഇനിയിപ്പോൾ അവിടെ കൊണ്ട് വെക്കുന്നത്. പക്ഷേ അങ്ങനെ അങ്ങനെയാണോ ഈ കാണുക? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു സാധാരണ അവസരത്തിൽ കൊണ്ട് വീണ്ടും അതുപോലെ ആർക്കെല്ലാം ആവശ്യങ്ങൾ വരും, അതുകൊണ്ട് അതുപോലെ അവിടെ കൊണ്ട് വെക്കണം ആ മരുന്നും ആ മലയും. മുമ്പ് അങ്ങനെ അതുപോലെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോഴും പിന്നെയും ശൈലം പർവ്വതം. അപ്പോൾ മനസ്സിലാകും തിരിച്ചവിടെ കൊണ്ട് വെക്കണം, ആ പർവ്വതത്തോടെ ആയിട്ടുണ്ട് വരുന്നത്. പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നേ ഇരുന്നവണ്ണം തന്നെ ആക്കിനാൻ, മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. ശ്രീരാമനെ അങ്ങനെ വണങ്ങി. ഈ തമ്പി വെച്ചാൽ അനുജൻ. അപ്പോൾ ശ്രീരാമൻ പുണർന്ന് സ്നേഹമായിട്ട് രാമൻ ലക്ഷ്മണനോട് നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നോട് ധൈര്യവും പോയതു മാനസേ. നിന്നുടെ ഈ വിഷമമൊക്കെ പാരവശ്യം കണ്ടപ്പോൾ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയി, യുദ്ധം ചെയ്യാൻ വല്ലാതായിപ്പോയി എന്നത് കേട്ടു ഉര ചെയ്തു കുമാരനും ഒന്ന് തിരുമനസ്സെങ്കിൽ ഒന്നുണ്ടാകണം. എന്താ പറയുന്നത് കുമാരൻ? സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. നമ്മൾ തപോധനന്മാരോട് സത്യം പറഞ്ഞിട്ടില്ലേ ഇവനെ കൊല്ലാമെന്ന്, എന്നിട്ട് എല്ലാവരും രക്ഷിക്കാമെന്ന്, അത് മിഥ്യയായി, അത് വെറുമാക്കായി വരരുത്, സത്യമായി തന്നെ ചെയ്യണം, മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്ന് പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. അതുകൊണ്ട് ജഗത്രയത്തെ പാലിക്കണ്ടേ, അതുകൊണ്ട് ഇവനെ പെട്ടെന്ന് തന്നെ കൊല്ലുക. ലക്ഷ്മണൻ ചൊന്നത് കേട്ട് രഘുത്തമൻ രക്ഷോവരനോട് എതിർത്താൻ അതിദ്രുതം. പെട്ടെന്ന് തന്നെ രാവണനോട് എതിർക്കാൻ പോയി. തേര് ഒരുമിച്ച് വന്നു ദശാസ്യനും പോരിന് രാഘവനോട് എതിർത്തിടിനാൻ. പാരിൽ നിന്ന് ഇക്ഷ്വാകുവംശതിലകനും തേരിൽ നിന്ന് ആശരവംശതിലകനും പോരതിഘോരമായി ചെയ്തൊരു നേരത്ത് പാര ഇളപ്പം രഘുത്തമൻ ഉണ്ടെന്ന് നാരദനാദികൾ ചൊന്നത് കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ. അതായത് ഭഗവാൻ ശ്രീരാമന് അല്പം ഇളപ്പമുണ്ടെന്ന് ദേവന്മാർക്ക് തോന്നി. എന്താ കാരണം? ശ്രീരാമൻ തറയിൽ നിന്നും ചെയ്യുമ്പോൾ അവൻ എവിടെ നിൽക്കുന്നത്? രഥത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അവൻ വലിയ ഗമയിൽ പൊക്കത്ത് നിൽക്കുന്നു, ഇദ്ദേഹം താഴെ കിടക്കുന്നു. അപ്പോൾ സമാസമം നിൽക്കുകയല്ല, അവിടെ ഇളപ്പം വരുന്നു. അതുകൊണ്ട് അത് ഒരു താഴ്ച വരുന്നു. അപ്പോൾ അതിന് മനസ്സ് തന്നെ താഴ്ച പോകും. നമ്മുടെ മനസ്സ് തന്നെ അങ്ങ് വിഷമിച്ചു, അവൻ ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ തളർന്നു പോകും. അതുകൊണ്ട് ദേവന്മാർ ചിന്തിച്ചു ഇത് പാരം വളരെ സംഭ്രമത്തോടെ, ഇത് വല്ലാത്തൊരു സംഭ്രമമാണ്. ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ. അങ്ങനെ ഇന്ദ്രൻ എന്ത് പറഞ്ഞു? മാതലി വെച്ചാൽ ഇന്ദ്രൻ്റെ തേരാളി, സാരഥിയാണ്. ഇന്ദ്രന് തേരുണ്ടല്ലോ, ദേവേന്ദ്രന്. അങ്ങനെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദേവേന്ദ്രനൊക്കെ ഇത് കണ്ടിട്ട് പറഞ്ഞു, മാതലിയോട് വിളിച്ച് പറഞ്ഞു, ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ മമ എൻ്റെ ചന്ദനം കൊണ്ട കൊടുക്കുക നീ വൈകാതെ. എൻ്റെ എന്ന് വെച്ചാൽ ഇന്ദ്രൻ്റെ ഈ തേര് പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കുക, പെട്ടെന്ന് തന്നെ വൈകാതെ കൊണ്ടു കൊടുക്കൂ. ശ്രീരാഘവന് ഹിതം വരുമാറും നീ തേരും തെളിച്ച് കൊടുക്കാൻ മടിയാതെ. അതായത് ശ്രീരാമൻ എങ്ങനെ തെളിക്കണമെന്നാണ് വേണ്ടത്, അതനുസരിച്ച് തന്നെ നീ തേര് തെളിച്ച് കൊടുക്കണം. തേരാളി വേണം അത്. അതുകൊണ്ട് ശ്രീരാമന് യുദ്ധം ചെയ്യാൻ ഈ തേര് തെളിച്ച് തന്നെ നീ കൊടുക്കണം, ഇഷ്ടമനുസരിച്ച് ചെയ്തു കൊടുക്കണം. ശ്രീരാഘവന് ഹിതം വരുമാറും നീ തേരും തെളിച്ച് കൊടുക്ക മടിയാതെ. മാതലി താൻ അത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നെ ഇഴഞ്ഞ് ചൊല്ലിയിടിനാൻ. അങ്ങനെ മാതലി പെട്ടെന്ന് തന്നെ തേരുമായി വന്ന് ഭൂമിയിൽ വന്ന് ഇറങ്ങി. തന്നിൽ ഇഴഞ്ഞു എന്ന് പറയുന്നത് ഇറങ്ങി, ഭൂമിയിൽ വന്ന് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, രാവണനോട് സമരത്തിന് ഇന്ന് ഞാൻ ദേവേന്ദ്ര ശാസനയ വിട കൊണ്ടിതു. ഈ രാവണനുള്ള ഈ യുദ്ധത്തിന് ഞാൻ, അതായത് മാതലി ദേവേന്ദ്ര ശാസനയ, ശാസനം എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണ് അവിടെ ഇവിടെ വന്നത്. വിട കൊള്ളുക അവിടേക്ക് ഇവിടെ വന്നത്. അതുകൊണ്ട് തേരിൽ ആശ കയറുക പോരിനായി മാരുത തുല്യ വേഗന നടത്തുവൻ. അതുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞ് ഈ തേരിൽ കയറൂ പോരിന്, യുദ്ധത്തിന് മാരുത തുല്യ വേഗന
കാറ്റിൻ്റെ വേഗത അനുസരിച്ച് തന്നെ ഇത് ചെയ്യണം. അതുകൊണ്ട് വേണം ഇവിടെ ഈ തേരിൽ കയറണം, ഞാൻ തേര് നയിക്കാം എന്നത് കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലാമാറ് കരേറിനാൻ. അങ്ങനെ ശ്രീരാമൻ തേരിനെ നമസ്കരിച്ചിട്ടൊക്കെ തേരിൽ കയറി. തന്നോട് തുല്യനായി രാഘവനെ കണ്ടു. ആര് കണ്ടു? രാവണൻ കണ്ടു. തന്നോട് തുല്യനായി. അപ്പം രാവണൻ എന്നോട് തുല്യനായി നിൽക്കുന്നു ഈ രാഘവൻ. അപ്പോൾ അവൻ്റെ അഹങ്കാരം നോക്ക്. അവന് മാത്രമേ ഉയർച്ച നിൽക്കാവൂ, ശ്രീരാമന് താഴെ കിടന്നോണം. അത്രമാത്രം അഹങ്കാരവും മത്ത് പിടിച്ചവനാ. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വയുദ്ധം സമാസമം നിന്നാ ചെയ്യേണ്ടുന്നത്. ഇവിടെ ശ്രീരാമൻ അതില്ല, വനത്തിലല്ലേ പോയേക്കുന്നത്. അവിടെ വനത്തിൽ തേര് വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഇവിടെ ദേവന്മാരെല്ലാം മനസ്സിലാക്കിയിട്ട് തേര് കൊടുത്തു വിട്ട് മാതലിയുടെ കയ്യിൽ. അപ്പോൾ ഇവിടെ ഉടനെ തന്നെ അവൻ നോക്കുന്നത് ദശാനൻ തന്നോട്, അതായത് എന്നോട് രാവണനോട് തുല്യനായി രാഘവനെ കണ്ടു. അപ്പോൾ വിണ്ണിൽ ആമാറം നോക്കി ദശാനനെ എവിടോട്ട് നോക്കി, വിണ്ണിലോട്ടൊന്ന്. ഇത് എവിടുന്ന് വന്നതായി തേരെന്ന് പെട്ടെന്ന് കൊള്ളാം വിട്ടു കൊടുത്തോ എന്ന് ദേവന്മാരല്ലേ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ അവൻ ദേഷ്യം മേലിലോട്ടൊന്ന് നോക്കി, വിണ്ണിലോട്ടൊന്ന് നോക്കി. പേമഴ പോലെ ശരങ്ങളെ തൂക്കിയിടിനാൻ. അങ്ങനെ അവർ രണ്ടുകൂടെ വീണ്ടും തുടങ്ങി. രാമനും ഗാന്ധർവ അസ്ത്രം എഴുതിയിടിനാൻ. രാക്ഷസ അസ്ത്രം പ്രയോഗിച്ചത് നേരം രാക്ഷസരാജന്വേഷമായത്രയും ക്രൂരനാഗങ്ങളാം അസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രം എയ്തു രഘുനാഥനും. നാഗാസ്ത്രം രാവണൻ വിട്ടപ്പോൾ ഗരുഡാസ്ത്രം എയ്ത് ശ്രീരാമൻ. അതായത് നാഗത്തിൻ്റെ ശത്രുവാണ് ഗരുഡൻ. അത് അങ്ങനെ തിരിച്ചിങ്ങനെ ചെയ്യേണ്ടത്. അതുപോലെ നമുക്കിത് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാവും. മാതലിമേലും ദശാനൻ ബാണങ്ങൾ എയ്തു കൊടിയും മുറിച്ച് കളഞ്ഞത്. ഉടനെ തന്നെ ആ സാരഥിയുടെ മേൽ അവൻ ദശാനൻ അമ്പെയ്തു, കൊടിയും മുറിച്ച് കളഞ്ഞു. വാജികൾക്കും ഏറ്റു. ഒരുപാട് ശരങ്ങൾ കുതിരയ്ക്കും ഏറ്റു. പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്ന് തേർത്തട്ടിൽ നിൽക്കും വിധു കൈകസി നന്ദനായ വിഭീഷണൻ. ശോക അതിരേകം വളർന്നു നിന്നിടിനാൻ. അപ്പം ഇങ്ങനെ ഘോരമായുള്ള ഈ യുദ്ധത്തിൽ കുതിരയ്ക്കൊക്കെ ശരമേറ്റ് രാജിയും ഘോരമായി വന്ന് രഘുവരൻ കൈകാലൊക്കെ തളർന്നപ്പോൾ വിഭീഷൺ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ശോക അതിരേകം വളർന്ന് നിന്നിടാൻ അത്രമാത്രം വിഷമം വിഭീഷണന് വന്നു. അങ്ങനെ ലോകനും ഏറ്റവും വിഷമം കാരണം എല്ലാവർക്കും വിഷമമായി. ഉടനെ രാവണൻ ആ മാതലിയുടെ ദേഹത്തും വാജികൾക്കും ഉടനെ അത് ശവണം അത് നിൽക്കരുത്, ശ്രീരാമൻ തറ നിന്നോണം. ഉടനെ അതങ്ങ് മുറിച്ച് കളഞ്ഞു ആ കൊടിയൊക്കെ. അപ്പോൾ ശോക അതിരേകം വളർന്നു നിന്നിടിനാൻ. ലോകരും ഏറ്റവും വിഷാദം കലർന്നിതു. കാലപുരത്തിന് അയപ്പിന് ഇനിയെന്ന് ശൂലം പ്രയോഗിച്ചത് ആശരാധീശനും. കാലപുരത്തിന് അയക്കണം പറഞ്ഞ് അവൻ എന്ത് ചെയ്ത്? ശൂലം പ്രയോഗിച്ച് രാവണൻ. അസ്ത്രങ്ങൾ കൊണ്ടു തട പൊറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നുടെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. അതായത് ഈ ഇന്ദ്രൻ്റെ തേരായിരുന്നല്ലോ, അതിനകത്ത് ഇന്ദ്രൻ അസ്ത്രം വെച്ചിരുന്നു. എന്താ? വൃത്രാരി തേരിനകത്ത് ശക്തി എന്നുള്ള ഒരു അസ്ത്രം ഉണ്ടായിരുന്നു, അതെടുത്ത് ശ്രീരാമനെടുത്തു. അപ്പോൾ വൃത്രാരി തന്നുടെ തേരിൽ, അതായത് ഇന്ദ്രന്റെ തേരിൽ ഒരു ശക്തി എടുത്തയച്ച് രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും നക്തൻ ചിരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചതു രാഘവൻ. ഭഗവാനും അവൻ്റെ എല്ലാം തേരും കുതിരയൊക്കെ മുറിച്ചു കളഞ്ഞു. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിൽ ഒഴിച്ച് നിർത്തിനാന നേരം. അപ്പോൾ രാവണന്റെ സാരഥി എന്ത് ചെയ്തു? അവന് മോഹാലസ്യം വന്നു രാവണന്. അപ്പോൾ സാരഥിക്ക് ആ ഒരു കടമയുണ്ട്, യുദ്ധം ചെയ്യുന്ന ആളിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ഉടനെ മാറ്റി നിർത്തണം. അത് ആ മോഹാലസ്യം മാറുകയുള്ളൂ, അല്ല അവിടെ നിന്നാൽ അടുത്ത ശത്രുക്കൾ ഉടനെ എയ്ത് കൊല്ലത്തില്ലേ. അവിടെ സാരഥി പെട്ടെന്ന് തന്നെ ഈ രഥം ദൂരെ മാറ്റി നിർത്തി. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനെ പുറന്നോട്ട് കൊണ്ടുപോയി പോരിൽ ഒഴിച്ചു നിർത്താൻ അന്നേരം. അങ്ങനെ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിച്ചു കൊണ്ടുപോയി രാവണന്റെ സാരഥി. കാരണം അത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തിന് മോഹാത്സ്യം വന്നാൽ അങ്ങനെ മാറ്റി. അതുപോലെ കുതിരയ്ക്കായാലും അങ്ങനെ തന്നെയാണ്. സൂക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ്? ഈ സാരഥിയുടെ കടമയാണ്. ഇതൊക്കെ നോക്കണം. കുതിരയുടെ കാലിന് വല്ലതും കുഴപ്പമുണ്ടോ, നിൽക്കാൻ പറ്റുന്നുണ്ടോ, അവർ വീഴുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. കാരണം യുദ്ധത്തിൽ മറ്റാരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് സാരഥിയുടെ കടമ അയാൾ ചെയ്തു. അപ്പോൾ എന്തു വന്നു? പോരിൽ ഒഴിച്ചു നിർത്തിയിട്ട് അന്നേരം ആലസ്യമൊട്ട് അകന്നൊരു നേരം രാവണന്റെ ആലസ്യം അങ്ങോട്ട് മാറി. അപ്പോൾ തത്ര പൗലസ്ത്യൻ സൂതനോട് ചൊല്ലിയിടിന ഉടനെ തന്നെ അയാൾക്ക് ആരോഗ്യം വീണ്ടെടുത്തപ്പം ഈ സൂതനോട് പറയുന്നു, അതായത് സാരഥിയെടുത്ത് പറയുന്നു, എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു? ബലാൽ അന്ധനായി ഞാൻ അത്ര ദുർബലനാകയോ? നീ എന്താ എന്നെ മനസ്സിലാക്കി? ഞാൻ അന്ധനായി, ഞാൻ ദുർബലനായെന്നോ നീ വിചാരിച്ചത്? നീ എന്തിനാ ഇതുകൊണ്ട് മാറിപ്പോയെന്ന് കൂടലോട് എതിർത്താൽ, അതായത് ശ്രീരാമനോട് എതിർത്താൽ കൂടലർ എന്ന് പറയുന്ന ആരാ? ശ്രീരാമനാണ്. എനിക്കിത് വായിൽ തിരിഞ്ഞു വരും. കൂടലരോട് എതിർത്താൽ ഞാൻ ഒരുത്തനോട് ഓടി ഒളിച്ചാവാറെന്ന് കണ്ടു ഭവാൻ.
അപ്പോൾ ഈ ശ്രീരാമനോട് ഈ യുദ്ധം ചിലപ്പോൾ ഞാൻ പേടിച്ച് ഓടിയെന്നല്ലേ അവർ ധരിക്കും. അതാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ നീ ധരിച്ചോ ഭവാൻ വെച്ചാൽ ഈ സൂതൻ അങ്ങനെ കരുതിയോ? നീയല്ല സൂതൻ എനിക്കിനി രാമന് നീ അത് ഈ ബാന്ധവനെന്നറിഞ്ഞനകം നീയല്ല എൻ്റെ സൂതൻ, നീ എനിക്ക് സഹായമല്ല ചെയ്ത്, നീ രാമനെ സഹായിച്ചതാണെന്ന്. നീ അത് ബാന്ധവനെന്നറിഞ്ഞനകം രാമന് നീ ബന്ധുവായെന്ന്, രാമന് സഹായമായിട്ട് ചെയ്തുകൊണ്ട് ഇവൻ്റെ തേര് ദൂരോട്ട് മാറ്റിയെന്ന്. അത്രമാത്രം ദുഷ്ടനായ ഈ രാവണൻ. പക്ഷെ മറ്റവൻ അങ്ങനെയുള്ള ചെയ്ത് അദ്ദേഹത്തിന് ക്ഷീണം മാറട്ടെ, അത് കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യാമെന്ന് കരുതി. അതിവിടെ പറയുന്നത് യുദ്ധം നിശാചരാധീശൻ പറഞ്ഞതിന് ഉത്തരം സാരഥി സത്വം ചൊല്ലിനാൻ. അപ്പോൾ സാരഥി എന്ത് പറഞ്ഞു കൊടുത്തു രാവണനോട്? രാവണൻ്റെ സാരഥിയാണല്ലോ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മൽ സ്വാമിയെ എൻ്റെ സ്വാമിയായ രാവണനോട് ദേഷ്യമുണ്ടായിട്ടുമല്ലമേ. അത് എനിക്ക് ശ്രീരാമനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല, എൻ്റെ സ്വാമിയോട് എൻ്റെ രാവണനോട് ദേഷ്യം ഉണ്ടായിട്ടുമല്ലമേ. രാമനോട് ഏറ്റു പൊരുത് നിൽക്കുന്ന നേരം ആമയം പൂണ്ട് തളർന്നത് കണ്ടു ഞാൻ. ശ്രീരാമനോട് യുദ്ധം ചെയ്തപ്പോൾ വിഷമം വന്ന് കണ്ടു, രാവണന് വിഷമം തോന്നി. ആമയം പൂണ്ട് തളർന്ന് അത് കണ്ട് ഞാൻ സ്നേഹം ഭവാനെക്കുറിച്ച് ഏറ്റമാകയാൽ എനിക്ക് സ്നേഹം കൂടുതൽ രാവണനോടാണ്. ഈ മോഹാത്സ്യം വന്നത് കൊണ്ട് ആ സ്നേഹം കൊണ്ടാണ് ഞാനിവിടെ മാറ്റി നിർത്തിയത്. സ്നേഹം ഭവാനെക്കുറിച്ച് ഏറ്റമാകയാൽ മോഹം അകലുവോളം, അതായത് ക്ഷീണം അകലുവോളം പോർക്കളം വിട്ട് ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്ന് കൽപ്പിച്ചത്രേ സാരഥി താൻ അറിയണം. മഹാരഥന്മാരുടെ സാധവും വാചികളുടെ സാധവും, അത് ഒരു രഥം നയിക്കുന്ന ആളാണ് സാരഥി. ഞാനത് അറിയണം. ഇവിടെ രാവണന് മോഹാത്സ്യം വന്നത് ഞാൻ അറിയണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ദൂരേക്ക് മാറി. എനിക്ക് അത്രത്തോളം സ്നേഹം ഭഗവാനോട് ഉള്ളത് കൊണ്ടാണ് ഞാൻ മാറ്റി നിർത്തിയത്. അല്ലാതെ എനിക്ക് ശ്രീരാമൻ്റെ സ്നേഹം ഉണ്ടായിട്ടല്ല. എനിക്കുള്ള കടമയാണ് ഞാൻ ചെയ്തത്. അത് അങ്ങനെ പറഞ്ഞു കൊടുത്ത്. അത് സാരഥി താൻ അറിയണം. മഹാരഥന്മാരുടെ സാധവും വാദികൾ സാധവും, കുതിരയുടെ വിഷമങ്ങളും, ഈ യുദ്ധം നയിക്കുന്ന രാവണനാണല്ലോ, രാവണൻ്റെ വിഷമങ്ങൾ, ഇതൊക്കെ ആരറിയണം? ഒരു സാരഥി അറിയണം. വൈരികൾക്കുള്ള ജയവും അപജയവും, അത് ജയാജയ കാലവും നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു. ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുന്നതാണ് യഥാർത്ഥമായ ഒരു സൂതൻ. അവനാണ് സാമർഥ്യക്കാരൻ, നിപുണൻ എന്ന് പറഞ്ഞാൽ ഇതിന് കഴിവുള്ളവൻ. അത്രമാത്രം എല്ലാം അറിഞ്ഞ് തികയുന്ന ഒരു നിപുണൻ. വെറുതെ രഥം ഓടിച്ചാൽ പോരെ, ഇതൊക്കെ അറിയുകയും കൂടെ ചെയ്യണം. അങ്ങനെയുള്ള സാമർഥ്യം വേണം. അങ്ങനെ എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു. അങ്ങനെ ചെയ്തതാണ് ഞാൻ. നിപുണനാവണം, ഒരു സാമർഥ്യം ഉണ്ടാവണം. വെറുതെ ഒരു ഒന്നും അറിയാത്തവണൊക്കെ ആയി പോകരുത്. എന്നതു കേട്ടു തെളിഞ്ഞത രാവണൻ ഒന്ന് പുണർന്നൊരു കൈവളയും കൊടുത്ത് ഇന്നിനി തേരടുത്ത് ആശ കൂട്ടിയിടുക. അതായത് ഇത്രയും കേട്ടപ്പോൾ അവന് മനസ്സിലായി. രാവണൻ എന്ത് ചെയ്ത് സന്തോഷമായിട്ട് അവനെ ഒന്ന് പുണർന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു കൈവളയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട്. അപ്പോൾ എന്നെ നീ രക്ഷിച്ചതായിരുന്നു, നീ രാമനെ സഹായിച്ചതല്ലായിരുന്നോ എന്നും പറഞ്ഞ് ഒരു വളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തേര് ഇനി ആശ കൂട്ടുക. പിന്നോക്കമില്ല ഇനി ഒന്നുകൊണ്ടും, ഇനി നമുക്ക് പിന്നോക്കം വേണ്ട, ഇനി നമുക്ക് ഇഷ്ടം തന്നെ തുടരാം. അങ്ങനെ പിന്നോക്കമില്ല ഇനി ഒന്നുകൊണ്ടും ഇടോ, അതുകൊണ്ട് നമുക്ക് ഇനി നേരെ തന്നെ നടത്താം. ഇന്നോട് നാളെയോട് ഒന്ന് തിരിഞ്ഞിടും. ഇന്നോ നാളെ ഇതിന് കല്ലും നെല്ലും തിരിയും. ഇന്നും നാളെയും കൂടെ കാണൂ. അതിനാവശ്യം എന്തെങ്കിലും രണ്ടിലൊന്ന് അറിയാം എന്നുകൂടെ പറഞ്ഞു. മന്നവനോടുള്ള പോരെന്നറിയുക നീ. അപ്പോൾ ഇന്നോ നാളെയോ, അത് ഇന്നോട് നാളെയോടൊന്ന് തിരിഞ്ഞിടും മന്നവനുള്ള ഈ പോര് രണ്ടിലൊന്ന് അറിയുമ്പോൾ പിന്നെ യുദ്ധം വേണ്ടല്ലോ. സൂതനും തേരതിവേഗന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങ് അടുത്തിതു രാമനും. ഇങ്ങനെയെല്ലാം ഇപ്പം രാമന് ദേഷ്യമായി. തങ്ങൾ ഏറ്റവും അണഞ്ഞു പൊരുതളവ് അങ്ങും ഇങ്ങും നിറയുന്നു ശരങ്ങളാൽ. രണ്ടുപേരും കൂടെ അതിഭയങ്കരമായ യുദ്ധം, ശരം കൊണ്ടങ്ങ് നിറയുന്നു. അഗസ്ത്യ പ്രവേശവും ആദിത്യ സ്തുതിയും. അഗസ്ത്യ പ്രവേശം എന്ന് വെച്ചാൽ അഗസ്ത്യ മഹാമുനി ഭഗവാൻ ശ്രീരാമനോട് സന്തോഷമായിട്ട് അഭ്യുദയം, ശ്രീരാമൻ്റെ ജയത്തിനുള്ള ഒരു സന്തോഷം, അഭ്യുദയം എന്ന് വെച്ചാൽ സഹായം, എന്തുകൊണ്ടും പ്രാർത്ഥനയുണ്ടല്ലോ, അതിനു വേണ്ടി ഇറങ്ങി വന്നാണ്. മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൂജ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെ എന്നറിഞ്ഞില്ല അഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ. എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഈ യുദ്ധം കണ്ട് അങ്ങനെയുള്ള ഈ പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെ എന്നറിഞ്ഞില്ല അഗസ്ത്യൻ. ഇതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അഗസ്ത്യൻ തഥാ രാഘവൻ അങ്ങനെ അഗസ്ത്യൻ വന്നപ്പോൾ തേരിൽ നിന്നിറങ്ങി ശ്രീരാമൻ ഇറങ്ങി നിന്നിടാൻ ആകാശദേശാൽ
പ്രഭാകര സന്നിഭൻ, അതായത് അഗസ്ത്യൻ സൂര്യനെ പോലെ തിളങ്ങി ആകാശത്ത് നിന്ന് വന്നിറങ്ങി. ശ്രീരാമൻ അത് കണ്ട് വന്ദിച്ചു. അങ്ങനെയുള്ള പോർ കണ്ട് നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീൽ അഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ. ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാം. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ അഗസ്ത്യനെ കണ്ട് വന്ദിച്ചു. അപ്പോൾ ആനന്ദമേന്ന് അരുൾ ചെയ്താൻ അഗസ്ത്യനും, സന്തോഷമായിട്ട് ആനന്ദമായിട്ട് അഗസ്ത്യനും, അഭ്യുദയം നിനക്കാശ് വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനിടോ. നിനക്ക് വേണ്ടി യുദ്ധത്തിന് വേണ്ടുന്ന ഒരു അഭ്യുത നന്മ കാണാൻ, അദ്ദേഹത്തിന് ജയം കാണുവാനുള്ള വേണ്ടി അത് അഭ്യുദയം, അതിനുവേണ്ടി ഞാനിവിടെ വന്നതോ. താപത്രയവും വിഷാദവും തീർന്നു പോവും, ആപത്ത് മറ്റുള്ളവയും അകന്നു പോവും, ശത്രുനാശം വരും, രോഗവിനാശനം സിദ്ധിക്കും, ആയുസ് സൽകീർത്തി വർധനം, നിത്യം ആദിത്യ ഹൃദയമാം മന്ത്രം. ഇത് ഉത്തമം എത്രയും ഭക്തിയാ ജപിക്കടോ. അങ്ങനെ ഈ ഭക്തിയാകുന്ന ഈ മന്ത്രം കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കാനാണ് വന്നത്. അഭ്യുദയം, അങ്ങനെയാണ് അഭ്യുതകാംക്ഷ എന്ന് പറഞ്ഞത്. നന്മകൾ ചെയ്തെങ്കിലേ നന്മ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് അത് അഗസ്ത്യ മഹാമുനി ഇത് മനസ്സിലാക്കിയിട്ട് ആദിത്യ ഹൃദയം എന്ന് പറഞ്ഞ ആ മന്ത്രം പറഞ്ഞു കൊടുക്കാനാണ് വന്നത്. അത് എത്രയും നിത്യം ഇത് ആദിത്യ ഹൃദയമാ മന്ത്രം, ഇത് ഉത്തമം എത്രയും ഭക്തിയാ ജപിക്കടോ എന്നും പറഞ്ഞ് ദേവ അസുരോ ഉരക ചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷ രക്ഷോ ഭൂത കിം പുരുഷ അപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിക്കുന്നു. ഈ പറഞ്ഞവരെല്ലാം, ഈ ലോകത്തുള്ള എല്ലാവരും ആരെ ഭജിക്കുന്നു? അസുരന്മാരും ദേവന്മാരും എല്ലാം സൂര്യഭഗവാനെ ഭജിക്കുന്നു. ഭഗവാൻ നാരായണനാണ് സൂര്യൻ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഭജിക്കുന്നു. ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ. ഈ ദേവകളെന്ന് പറയുന്നതും എല്ലാം ആരാ? ആദിത്യനാകിയ ദേവനാണ്. 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ. ഈ 14 ലോകവും രക്ഷിക്കുന്ന ആരാ? ഈ സൂര്യഭഗവാന്റെ രശ്മികളാണ്. ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ. ഭക്ഷിപ്പതും അവൻ കൽപ്പകാല അന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്ക് അരിവൃന്ദവും. അപ്പോൾ ഇവർ എന്തെല്ലാം ദിക്ക് അരിവൃന്ദവും വാരണഭക്തനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീപുത്രനും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും ആഴ്ച വാര മാസ ഋതു, ആഴ്ച മാസം ഋതുക്കൾ സംവത്സര കൽപ്പാതി കാരകനായതും സൂര്യൻ ഇവൻ തന്നെ. ഈ സർവ്വതും ആരാ? പരമാത്മാവ് ഈശ്വരൻ നാരായണൻ ആദിത്യനാണ്. വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ, വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ, പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ, ദോഷാകരാത്മകൻ തുഷ്ട്വാ ദിനകരൻ, ഭാസ്കരൻ നിത്യൻ അഹസ്കരൻ ഈശ്വരൻ, സാക്ഷി സവിത സമസ്ത ലോകേഷണൻ, ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ, ശാശ്വതൻ ശംഭു ശരണൻ ശരണതൻ, ലോകശിശ്രാരി ഘോര തിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ, ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ, ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ, സപ്താശ്വ അർജുനാശ്വൻ സകലേശ്വരൻ, സുപ്തജന അവബോധപ്രദൻ മംഗലൻ, ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ, ജ്യോതിർമയൻ തപനൻ, സവിത രവി. ഇതെല്ലാം ആദിത്യനെ പറയുന്നതാണ്, ഇതെല്ലാം അർക്കനാണെന്നാണ്. വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ, പ്രദ്യോതനൻ പരൻ ഖദ്യോതൻ ഉദ്യോതൻ അദ്വയൻ വിദ്യാ വിനോദൻ വിഭാവസു, വിശ്വസൃഷ്ടി സ്ഥിതി സംഹാര കാരണൻ, വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു, വിശ്വവിഭാവനൻ വിശ്വൈക നായകൻ, വിശ്വാസഭക്തിയുക്തനാം ഗതിപ്രദൻ, ഗതിപ്രദൻ, ചണ്ഡകിരണൻ തരണി ദിനമണി, പുണ്ടരിക പ്രബോധപ്രദൻ അര്യമാ, ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിതേയൻ ജഗദാദിഭൂതൻ ശിവൻ, ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ, ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ, ധ്യാനിച്ചുകൊള്ളുക നീ നിത്യം ഈ ദേവനെ. ഇങ്ങനെയുള്ള ഈ അർക്കനെ സൂര്യനെ നീ ധ്യാനിച്ചുകൊള്ളുക നിത്യവും. ഈ ദേവനെ, ഈ ഈശ്വരനെ, ഈ അർക്കനെ, ഈ ആദിത്യനെ, ഈ ഭാനുവിനെ എന്തു പറഞ്ഞാലും മതിയാകുന്നില്ല എനിക്ക്. ഇതെല്ലാം ആരാ? ഈശ്വരൻ, ഈ അർക്കനാണ്.
എത്രമാത്രം നമുക്ക് അമ്മ ആദിത്യ ഭഗവാനെ ഈ അന്നൊന്നും രഥത്തിൽ വരുന്ന ആരാന്നും അമ്മയ്ക്ക് അറിയില്ല. അമ്മ ഭയങ്കര ആദിത്യ ഭക്തയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രത്യക്ഷമായിട്ട് ഒരു ചക്രത്തിലുള്ള ഒരു കുതിര അങ്ങനെ ഒരു രഥത്തിൽ ഒരു സുന്ദരനായൊരു ഒരു അത്രമാത്രം തിളങ്ങുന്നൊരു ഒരു രാജകുമാരനെ പോലെ വന്ന് ഇറങ്ങി അമ്മ പ്രത്യക്ഷമായിട്ട് കണ്ടതാ ആ കാലത്ത്, കുട്ടിക്കാലത്ത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അമ്മയ്ക്ക് ഇത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ഇങ്ങനൊരു പുരുഷൻ വന്ന ഒരു കുതിര, ഒരു ഒറ്റ ചക്രത്തിൽ ഒരു കുതിരയിൽ ഒരു പുരുഷൻ വന്ന് ഇറങ്ങി കണ്ടെന്ന് വെച്ചാൽ എന്തെന്ന് ആരോട് ചോദിക്കാൻ ആർക്കറിയാം? അമ്മയ്ക്ക് അമ്മയുടെ അച്ഛനമ്മമാർക്ക് ഇങ്ങനെയുള്ളത് ഒന്നും അറിയില്ല. അമ്മയുടെ അമ്മ ഭക്തയാണ്, പക്ഷെ അമ്മയുടെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അവസാനം എൻ്റെ അച്ഛൻ വന്നുകൂടി. അപ്പോഴാണ് സ്വാമി ഇങ്ങനെ ഞാൻ പ്രത്യക്ഷമായി പണ്ട് ഇങ്ങനെ കണ്ട്. അപ്പോഴാണ് ഭയങ്കര, ഇപ്പോഴും മരണം വരെ അമ്മ ആദ്യത്തെ ഭാഗം തൊഴുവാത്ത ദിവസമില്ല. അങ്ങനെ പറഞ്ഞു അത് സൂര്യദേവനാണെന്ന്. അങ്ങനെ അമ്മ അറിയുന്നത്. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ആരാണെന്ന്. അതുകൊണ്ട് ഭക്തി അങ്ങേറ്റം ഉണ്ടോ നമ്മുടെ ആ രൂപത്തിൽ നമ്മുടെ പ്രത്യക്ഷമാകും. അത് എത്രമാത്രം അതിന് അനുഭവങ്ങളാണെന്നറിയാമോ? അത് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എനിക്കും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അത് അറിയാം നമുക്ക്, അത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം ആരാ? ഭഗവാൻ ആദിത്യനാണ്. അതുകൊണ്ട് ധ്യാനിച്ചുകൊള്ളുന്ന നിത്യ ദേവനെ. അങ്ങനെ ആദ്യത്തെ ഹൃദയം പറഞ്ഞു കൊടുക്കുവാണ് ഈ ശ്രീരാമന്. അഗസ്ത്യ മഹാമുനി എന്താ? സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക. അത് ഭക്തിപൂർവ്വം ചെയ്യണം. അത് സന്താപനാശകരായ നമോ നമ. സന്താപത്തിന് അകറ്റുക, നാശകരം. സന്താപനാശകരായ നമോ നമ. അന്ധകാരായ നമോ നമ. അന്ധകാരത്തിനെ അകറ്റുന്നു. അന്ധകാരത്തിനെല്ലാം കൊല്ലുക, നശിപ്പിക്കുക. അത് അന്ധകാരായ നമോ നമ. അപ്പം നമ്മുടെ അന്ധകാരം പോകും, സന്താപത്തിന് നശിപ്പിക്കും. ചിന്താമണി ചിദാനന്ദായതേ നമ. നീഹാരനാശകരായ നമോ നമ. മോഹവിനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിരൂപായതേ നമ. സ്ഥാവരജംഗമാചാര്യായതേ നമോ. ദേവായ വിശ്വൈക സാക്ഷിണ്യതേ നമ. സത്യപ്രധാനായ തത്വായതേ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. യുദ്ധം ആദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. അങ്ങനെ ശത്രുവിനെ ക്ഷയിക്കൽ, ശത്രുക്കളെ ഇല്ലാതാക്കുക. അങ്ങനെ നീ ഇത് ആദിത്യ ഹൃദയം നീ ഇങ്ങനെ എന്നും നീ ജപിക്കുക. ഇതൊക്കെ ജയിച്ചാലും എല്ലാ നന്മകളൊന്നും നമുക്ക് എന്നും ഇത് മുടങ്ങാതെ ചൊല്ലണം. ഞാൻ ഇതെനിക്ക് ഈ രാമായണം കിട്ടിയപ്പോഴാണ് ഞാനിത് കാണുന്നത് കഴിഞ്ഞ വർഷം. പക്ഷെ എങ്കിലും എനിക്ക് വേറെ ഒത്തിരി ചൊല്ലാനുണ്ട്. അത് അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ചൊല്ലുന്നത്. അങ്ങനെ അപ്പം ചിത്തം തെളിഞ്ഞ് അഗസ്ത്യോ ഉക്കുതി കേട്ട് എത്രയും ഭഗവാൻ ഇങ്ങനെ അഗസ്ത്യൻ്റെ ഉക്കുതി വാക്കുകൾ കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചു. കാകുത്സനം കൂപ്പിനാൻ. അപ്പോൾ ഭക്തി വർദ്ധിക്കും. അതാണ് ഉടനെ തന്നെ ഭഗവാനാണ് ശ്രീരാമൻ. എങ്കിലും എന്താ വേണം? എല്ലാവർക്കും വേണം ഭക്തി. എല്ലാവർക്കും അങ്ങനെയാണ്. ഈശ്വരനും ഇതൊക്കെ നമ്മൾ ഭക്തിപൂർവ്വം ഭഗവാനെ പ്രാർത്ഥിക്കും. ഭഗവാൻ അതുപോലെ ആ കൃപ ഇങ്ങനത്തെ ആ ഭക്തിയിൽ മുഴുകും. ആ എല്ലാം ദേവന്മാരും അങ്ങനെയാണ്. അതുകൊണ്ട് ചിത്തം തെളിഞ്ഞ് അഗസ്ത്യോ ഉക്കുതി കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചു കാകുത്സനം കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്ന് വീണാധരോപാന്തേ മരുവിനാൻ. അങ്ങനെ അദ്ദേഹം പോയി. രാവണവധം. രാഘവൻ മാതലിയോട് അരുളി ചെയ്തത് ആകുലം എന്നീയേ തേർ നടത്തിയിടുന്നീ. അങ്ങനെ മാതലിയോട് പറഞ്ഞു, തേർ തെളിക്കൂ. മാതലി തേർ അതിവേഗന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലാതെ ശാസ്യനും. മൂടി പൊടി കൊണ്ട് ദിക്കും ഉടൻ ഇടകൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിയഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിട്ടു ദശരഥപുത്രനും. യാതുധാനാധിപൻ വാജികൾ തമ്മയും മാലതി തന്നെയും ഏറെ ചെയ്തിടിനാൻ. യാതുധാനാഥന്റെ വാജികളും മാലതി അവരൊക്കെ എഴുതി വിട്ടു. ശൂലം മുസല അങ്കദാദികളും മേൽക്കുമേലേ പൊഴിച്ചതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ച് അവയും മുറിച്ചായോധനത്തിനടുത്തതു രാമനും. ഏറ്റവും അണഞ്ഞു അകന്നും വലം വച്ചു ഏറ്റവും ഇടം വച്ചു മുട്ടു പിൻവാങ്ങിയും. ഏറ്റവും അണഞ്ഞും അകന്നും വലം വച്ചു ഏറ്റവും ഇടം വച്ചു ഒട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും. പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകുമില്ല ഈ വണ്ണം ഇനി മേലിൽ. പണ്ടെങ്ങും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല, ഇനി ഉണ്ടാകുമില്ല ഇത്ര വലിയൊരു യുദ്ധം എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. ഇത്രയും വലിയ യുദ്ധം രണ്ടുപേരും പൗലസ്ത്യനും രാഘവനും തുടങ്ങിയപ്പോൾ ത്രൈലോക്യത്തുള്ള എല്ലാവർക്കും ഭീതി ഉണ്ടായി.
വാദം അടങ്ങി. എന്താ അത്ര ഉഗ്രമായ രണ്ടുപേരുടെ മനസ്സ് അതുപോലെ നിൽക്കുവാണ്. അപ്പോഴെന്ത് വന്നു? കാറ്റടങ്ങി. വാദം വാദം കാറ്റ് കാറ്റൊക്കെ അടങ്ങി മറഞ്ഞത് സൂര്യൻ മറഞ്ഞു. മേദിനി താനും വിറച്ചതു പാരമായി. അപ്പോൾ ഭൂമിയും കുലുങ്ങി. പാദോനിധിയും ഇളകി മറഞ്ഞതു. പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുതിയോട് എതിർത്തിടിലും അമ്പരത്തോട് എതിർത്തിടിലും രാഘവ രാവണ യുദ്ധത്തിന് സമം രാഘവ രാവണ യുദ്ധം ഒഴിഞ്ഞില്ല. അതായത് അമ്പുതി സമുദ്രത്തോട് എതിർത്താലും ആകാശത്തോട് എതിർത്താലും ഇതുപോലെ ഉണ്ടാകയില്ല. രാഘവ രാവണൻ അമ്പരം അതായത് ആകാശത്തോടായാലും സമുദ്രത്തോട് എതിർത്താലും രാവണ യുദ്ധത്തിന് സമം ആവുകയില്ല. അത്ര ഭയങ്കരമാണ് യുദ്ധം. കേവലം ഇങ്ങനെ നിന്ന് പുകഴ്ത്തിനാൻ ദേവാദികൾ വന്നേരത്ത് രാഘവൻ രാത്രീന്ദ്രന്റെ തല ഒന്നർത്തുടൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുന്ന ദേവാദികൾ ഇത് വലിയ യുദ്ധമാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? രാവണന്റെ തല ഒന്ന് അറുത്തു. രാത്രീന്ദ്രന്റെ തല ഒന്ന് അറുത്തുടൻ ധാത്രിയിലിട്ടാൻ അത് നേരം അപ്പോഴേ അറുത്ത തറയിലോട്ടിട്ട്. പക്ഷേ അവിടെ അതുപോലെ മുളച്ചു വരും, തല പോകത്തില്ല. ധാത്രിയിലിട്ട് ഭൂമിയിലിട്ട് അത് നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായത് അവൻ തല. അപ്പോഴതന്നെ അവൻ്റെ ആ പോയ തല വീണ്ടും വന്നു. കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായത്. അപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടിനാർ അരക്ഷണാൽ. പെട്ടെന്ന് തന്നെ എല്ലാം ഖണ്ഡിച്ചിടുന്നു. യുദ്ധം മുറിച്ച് 101 തലകളെ 101 വട്ടം തല മുറിക്കും, തല വീണ്ടും വരുന്നു. ഇങ്ങനെ 101 വട്ടം ശ്രീരാം മുറിച്ചു. യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടം. എപ്പോഴും 10 തല എപ്പോഴും അവിടെ കാണും. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ. നന്നെത്രയും ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ല അവൻ തല 10നും. എങ്ങും അവൻ്റെ തല കുറയുന്നില്ല, 10 തല എപ്പോഴും കാണും. രാത്രിയും ശരാധിപൻ തന്നെ തപോബലം വിചിത്രം അത്രേ. തോലോമിൻ്റെ തപോബലം കഠിനമാണ്. കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, ബാലി, വമ്പനാം, മാരീചൻ എന്നിവർ ആദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിന് എന്ത്? ഇത്രയെല്ലാം പേരെ കൊന്നതാണ് ശ്രീരാമൻ. എന്നിട്ട് ഇത്രയും ദുഷ്ടരെ കൊന്ന ബാണത്തിന് എന്ത്? നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിച്ച് ഇത്രയും പേരെ കൊന്നിട്ട് ഇവനെ രാവണന് മാത്രം ഇങ്ങനെ കൊല്ലാൻ എന്താ മടി ഉണ്ടായത്? ഈ ബാണത്തിന് എന്താ ഇതിന് മാത്രം പറ്റാത്തത്? നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടി ഉണ്ടായത് ഈ ദശകണ്ഠനെ കൊല്ലുവാൻ. കണ്ടിയിൽ ഉപായവും ഏതു വന്ന് ഈശ്വര. ഇതിനൊരു ഉപായം, കാരണം ഇവനെ തല അറുത്തിട്ട് ചാവുന്നില്ല. അപ്പം ഇവന് ഇതിന് മാർഗം അറിയണ്ടേ? എങ്ങനെ വേണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഭഗവാൻ അറിയില്ലല്ലോ. ഇവന് എങ്ങനെ ഇതൊന്നും പഠിച്ചിട്ടല്ലല്ലോ വന്നത്. ഇവൻ്റെ തപസ് എങ്ങനെയൊക്കെ വന്നേക്കുന്നവൻ എന്താ വരം മേടിച്ച് വെച്ചേക്കുന്ന ശ്രീരാമൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ചിന്തിച്ച് രാഘവൻ പിന്നെയും ആ ദശകന്ധരൻ മെയ്യിൽ ബാണങ്ങൾ തൂക്കിട്ടപ്പോൾ തലേന്ന് മാറ്റി ശരീരത്തോട്ടാക്കി. ചിന്തിച്ചിങ്ങനെ ഭഗവാൻ ചിന്തിച്ചു, എന്താ ഇതിനൊരു ഉപായം? ഇവൻ എവിടെ ചെയ്താലും അവൻ മരിക്കുന്നേ? അങ്ങനെ ചിന്തിച്ചു രാഘവൻ പിന്നെയും ആ ദശകന്ധരൻ മെയ്യിൽ ശരീരത്തിൽ ബാണങ്ങൾ തൂകിയിടിനാർ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം. അങ്ങനെ ഇഷ്ടം പോലെ ഈ ശ്രീരാമന്റെ മേനിയിലും ആവോളം എയ്തു വിട്ടു രാവണനും. കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരൻ ഉണ്ടായത് ഉള്ളിൽ ഒരു അന്നേരം ഒരു ചിന്ത വന്നു. ഈ രാവണൻ ശ്രീരാമന്റെ മെയിലോട്ട് ബാണങ്ങൾ എഴുതുമ്പം ഒരു നിലവ് തോന്നി, ഒരു ചിന്തിച്ചു, ഉള്ളിലൊരു ഓർമ്മ വന്നു. എന്താ വന്നത്? ഒരു നിലവ് അന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും. അങ്ങനെ ഓർത്തപ്പോൾ എന്ത് വരുന്നു? പുഷ്പസമങ്ങളായി വന്നു. പിന്നെ ഒന്നിനും ഊക്കില്ല. ഒരു പുഷ്പം വന്ന് അവിടെ പുറത്തു വിടാൻ എങ്ങനെയാ നോവോ? അങ്ങനെ ഭഗവാൻ ഒന്ന് നനച്ച് നോക്കി, എന്ത് ശ്രദ്ധിച്ച് ഇതെന്താന്ന് ചിന്തിച്ചപ്പോൾ വരുന്ന ബാണെല്ലാം ഒരു പുഷ്പം വന്ന് വരുന്ന പോലെ ആയി. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും. കെൽപ്പ് കുറഞ്ഞു ദശാസന നിർണയം. അവൻ്റെ കെൽപ്പ് കുറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായി. ഊക്കില്ല. ഊക്കുണ്ടെങ്കിൽ വന്ന് കുത്തിക്കൊള്ളും, തറച്ച് കയറും. അവന് അത്ര ശക്തി ഇല്ലാതായി വെറുതെ അങ്ങ് വിട്ടു കൊടുക്കുന്നു. അങ്ങനെ വിടുമ്പം പുഷ്പം വന്ന് വരുന്നത് പോലെ ഉള്ളൂ, ഊക്കില്ല. അങ്ങനെ അപ്പോൾ മനസ്സിലാക്കി ഇവന് കെൽപ്പ് കുറഞ്ഞെന്ന്. കെൽപ്പ് കുറഞ്ഞ് ദശാസന നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പോരുന്നവർ അനന്തരം ഇന്ന് 7 ദിവസം അങ്ങനെ നിൽക്കുന്നത്. കെൽപ്പ് കുറയത്തില്ലേ? അപ്പോൾ മാതലി താനും തൊഴുത് ചൊല്ലിടേനെ. അപ്പോൾ മാതലി, അതായത് ഭഗവാന്റെ സാരഥി, ദേവേന്ദ്രൻ വിട്ട സാരഥി പറയുന്നു, ചൊല്ലിടിനാൻ മാതലി താനും തൊഴുത് ചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ. ശ്രീരാമനോട് പറഞ്ഞു, ഭഗവാനെ ഒരു വിഷമം ഉണ്ടാകരുതേ. മുന്നം അഗസ്ത്യ തപോധനൻ ആദരാൽ തന്ന ബാണം കൊണ്ട് കൊല്ലാം. ജഗൽപ്രഭു അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തു മാതലി. കാരണം അഗസ്ത്യ മഹാമുനി
വനത്തിൽ വെച്ച് തപോധൻ കൊടുത്തു. ഈ എന്ത് ഇന്ദ്ര വിരിഞ്ചാസ്ത്രം ഏതാണ്ട് കൊടുത്തു. അതുകൊണ്ട് നമുക്ക് കൊല്ലാം എന്ന് ഇദ്ദേഹം പറഞ്ഞു. മുന്നം അഗസ്ത്യ തപോധൻ ആദരാൽ തന്ന ബാണം, സന്തോഷമായിട്ടും ആദരവോട് തന്ന ബാണമുണ്ട്, അതുകൊണ്ട് കൊല്ലാം ജഗൽപ്രഭു പൈത മഹാസ്ത്രം. അതായത് അന്നിങ്ങനെ മാതലി ചെന്നത് കേട്ടു രഘുവരൻ. അതിൻ്റെ പേരാണ് പൈത മഹാ അസ്ത്രം. അതായത് നിങ്ങനെ മാതലി ചൊന്നത് കേട്ട് രഘുവരൻ നന്നു പറഞ്ഞതു നീ അത് എന്നോട് ഇനി കൊന്നിടുവൻ ദശകണ്ഠനേന്ദ്രൻ നീ എന്നോട് പറഞ്ഞത് നന്നായി ഓർക്കാതിരുന്നതാ അത്. അപ്പോൾ നന്നായി നീ അത് പറഞ്ഞത്, നീ നമുക്ക് അതുകൊണ്ട് അവനെ കൊല്ലാം നിർണയം എന്ന് അരുളി ചെയ്ത് വൈരിഞ്ചം, അതായത് വിരിഞ്ചൻ്റെ പേരാ വിരിഞ്ചാസ്ത്രം, വൈരിഞ്ചം അസ്ത്രത്തെ അഗസ്ത്യൻ കൊടുത്ത ഈ അസ്ത്രം വിരിഞ്ചാസ്ത്രമാണ് എന്ന് അരുളി ചെയ്തു. വൈരിഞ്ചം അസ്ത്രത്തെ നന്നായി എടുത്ത് തൊടുത്തു രാഘവൻ, സന്തോഷത്തോടെ എടുത്തത്, ആദരവോടെ എടുത്ത് തൊടുത്തു. സൂര്യ അനലന്മാരിതിനു തരം തൂവൽ വായു മന്ദരം ഏരുക്കൾ മധ്യമായി. അത് സൂര്യ അനലന്മാരതിന് തരം തൂവൽ വായുവും മന്ദരം മേരുക്കൾ മധ്യമായി. വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം. ഇങ്ങനെ സൂര്യനും അനലിനും എല്ലാവരും വായുവൊക്കെ അതൊക്കെ മധ്യമായി വിശ്വം എല്ലാം അങ്ങ് പ്രകാശിച്ചു. ഈ സായകം, ഈ അമ്പെടുത്തപ്പോൾ, വിരിഞ്ചാസ്ത്രം എടുത്തപ്പോൾ സായകൻ വിശ്വാസഭക്തിയാ ജപിച്ചയച്ചത് അങ്ങനെ പ്രകാശിച്ച് വിശ്വമെല്ലാം, അത് ലോകം മൊത്തം അങ്ങ് പ്രകാശിച്ച് ഈ സായകം വിശ്വാസഭക്തിയാ അങ്ങ് ജപിച്ചങ്ങ് എടുത്ത് ഭഗവാൻ അയച്ചു. അപ്പോൾ അയച്ചപ്പോൾ രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് ഭൂദേവിയും ഭേദിച്ചു. അങ്ങനെ അതുകൊണ്ട് തൊടുത്തു വിട്ടപ്പോൾ രാവണൻ്റെ ഹൃദയം അങ്ങ് പിളർന്നു. അണ്ട കിടക്കുന്നുണ്ടോ? ഇങ്ങനെ കാണത്തില്ലയോ? അണ്ട ഫോട്ടോ ഇത് തിരിഞ്ഞേ വരത്തുള്ളു. അങ്ങനെ രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് ഭൂദേവിയും ഭേദിച്ചു. ഭൂദേവി ചില ഭൂമി ദേവി ഭേദിച്ച് പിളർന്ന് അവൻ്റെ ദേഹം പിളർന്നിട്ട് ഭൂമിയിൽ കൂടെ പിളർന്നുകൊണ്ട് എവിടെ പോയി? വാരുതിയിൽ പോയി, സമുദ്രത്തിൽ പോയി ആ അമ്പ്. ഭൂദേവിയും ഭേദിച്ചു വാരുതിയിൽ പുക്ക് ചോര കഴുകി മുഴുകി വിരവോട് മാറുത വേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങി വീണു. അങ്ങനെ ആ അസ്ത്രം ചെന്ന് കഴുകി വൃത്തിയാക്കി ആ രക്തമൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് മാരുത വേഗന, അത്രമാത്രം കാറ്റിൻ്റെ വേഗമാണ് മാരുത കാറ്റിൻ്റെ വേഗത്തോട് തന്നെ അത് പോയി തിരിച്ചു വന്ന് രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങി വീണു. തെളിവോട് കാണും എന്തൊരു വിസ്മയം അന്നേരം. അങ്ങനെ സന്തോഷം, അതൊരു വിസ്മയം തന്നെയായി അത്ര. അപ്പോൾ എന്ത് വന്നു? തേരിൽ നിന്ന് ആശ മറിഞ്ഞു വീണിന്. അപ്പം ഇവൻ നെഞ്ച് പിളർന്നു അവനങ്ങ് മറിഞ്ഞു വീണു, ഭൂമിയിലേക്കങ്ങ് വീണു. ആരാ? ഈ രാക്ഷസൻ. തേരിൽ നിന്ന് ആശ മറിഞ്ഞ് വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ. ഈ മരം വീഴുന്നത് പോലെ, മരാമരം വെച്ചാൽ മരങ്ങളെന്നായിരിക്കും, മരങ്ങൾ വീഴുന്നത് പോലെ ഭയങ്കര ബടബടാന്നങ്ങ് സൗണ്ട് പോലെ അങ്ങ് വീണു. അത്രമാത്രം ഇല്ലയോ, ഭയങ്കരനല്ലയോ. കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാൽ ഉൽപ്പന്നമോദന വാനവരെ വരും. അവരും അത് കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ ദേവന്മാർ. അവരപ്പോഴും തന്നെ പുഷ്പങ്ങൾ തൂകി. കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാൽ ഉൽപ്പന്നമോദന വാനവരേവരും. അർക്ക കുലോത്ഭവൻ മൂർധന് മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞത്. എല്ലാവരുടെയും സന്തോഷമായ അർക്ക കുലോത്ഭവനും മൂർധന് മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞതു. പുഷ്കര സംഭവനം തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാനത് നേരം. അർക്കനും അപ്പുറത്തേക്ക് ഉദിച്ചു. മന്ദമായി വീശി തുടങ്ങി പവനനും. അപ്പോൾ കാറ്റെല്ലാം നേരത്തെ അടങ്ങിയത്, അപ്പോൾ പെതുക്കെ ഇതൊക്കെ വീശി തുടങ്ങി, കാറ്റൊക്കെ വന്നു. പവനാണ് കാറ്റ്. മന്ദമായി വീശി തുടങ്ങി പവനനും. നന്നായി വിളങ്ങി ചതുർദശലോകവും, എല്ലാ ലോകവും വിളങ്ങി. താപസന്മാരും ജയ ജയ ശബ്ദേന, മഹർഷിമാരെല്ലാം ജയഘോഷങ്ങൾ അർപ്പിച്ചു. ജയ ജയ ശബ്ദേന താപം അകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോട് ഇയകം പുക്ക് കേഴ തുടങ്ങിനാരൊക്കെ ലങ്കാപുര്. ശേഷിച്ച രാസവരൊക്കെ ഓടി. ഈ രാവണൻ മരിച്ചപ്പോൾ അവിടെ കുറേ രാക്ഷസന്മാർ വേറെ കാണുമല്ലോ, അവരൊക്കെ ഓടി. ശേഷിച്ച രാക്ഷസർ ഓടി അകമ്പൊക്ക് കേഴ തുടങ്ങിനാരൊക്കെ ലങ്കാപുരി. എല്ലാവരും അവിടെ പുരത്തിൽ കരച്ചിൽ തുടങ്ങി. ലങ്കാപുരത്തിൽ അർക്കജൻ മാരുതി നീലാംഗതാദിയ മർക്കട വീരനും ആർത്ത് പുകഴ്ത്തിനാൽ അവരെല്ലാവരും ഒരു തീ കരച്ചിൽ. ഇപ്പുറത്തെ കക്ഷിക്കാർ ആർത്ത് സന്തോഷം. അതിപ്പം നമുക്കറിയാം, ഒരു പക്ഷക്കാർ ജയിക്കുമ്പോൾ എന്തൊരു ആർപ്പുവിളിയാണ്. അതുപോലെ അവരും അങ്ങനെ കാണിക്കും. കേഴ തുടങ്ങിയ ലങ്കാപുരമൊക്കെ കേഴുക, കരയുക. പിന്നെ രാക്ഷസന്മാരെല്ലാം ഓടി ലങ്കാപുരിയിലേക്ക്. എന്നിട്ട് അർക്കജൻ മാരുതിയൊക്കെ എന്ത് ചെയ്തു? നീലാംഗനൊക്കെ ആർത്ത് വിളിച്ച് പുകഴ്ത്തി ആർപ്പുലി തുടങ്ങി. രാവണഗാത്ര ദഹനനെ അയാളെ ദഹിപ്പിക്കുന്നതാണ്. അഗ്രജൻ വീണത്
കണ്ട് വിഭീഷണൻ വ്യഗ്രഹിച്ച് അരികത്ത് ചെന്നിരുന്ന ആകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. അനുജനാനും വിഭീഷണൻ കരഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുന്നമേ ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ. മാനം നടിച്ച് എന്നെയും വെടിഞ്ഞിടിനാ വീര മഹാശയനോചിതനായ നീ പാരിൽ ഈ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണം എന്നുണ്ട് ദൈവത്തിന്. അത് ആർക്കൊഴിക്കാവതും ഇങ്ങനെയെല്ലാം അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിന്. ദൈവം ചെയ്യുന്നത് നമുക്ക് ആർക്കും ഒഴിക്കാൻ പറ്റുകയില്ലല്ലോ. ഏവം കരയും വിഭീഷൺ തന്നോട് ദേവദേവേശൻ അരുൾ ചെയ്ത ആദരാൽ ശ്രീരാമൻ പറഞ്ഞു, എന്നോട് അഭിമുഖനായി നിന്ന് പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ. തന്നെക്കുറിച്ച് കരയരുതേതുമേ നന്നല്ല. അത് പരലോകത്തിന് ഇത് തെറ്റാണ് കരയുന്നത്. അതുകൊണ്ട് സഖയെ കരയണ്ട. നേർക്കുനേരിൽ നിന്ന് പൊരുതി ജയിച്ച അങ്ങനെ വീരം ആണെന്നതല്ലേ. എന്താ അതിന് പറയുന്നത്, മഹാശൂരനല്ലേ, വീരൻ ഭരിച്ചവനല്ലേ. അതുകൊണ്ട് വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്ന് അറിയണമേ. ഇങ്ങനെയുള്ളവർ പോരിൽ മരിക്കുന്നത് വീരരായുള്ളവരാണ്, രാജാക്കൾ. അത് ധർമ്മമാണ്, അത് കരയേണ്ട. പോരിൽ മരിച്ച് വീരസ്വർഗ സിദ്ധിക്ക് പാരം സുഹൃത്തുക്കൾക്കെന്ന് നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിയത് ഇവൻ ഇനി ശേഷക്രിയയ്ക്ക് തുടങ്ങുക വൈകാതെ. ഇവൻ്റെ ദോഷങ്ങളെല്ലാം അടങ്ങി. എന്താ, ശ്രീരാമൻ്റെ അമ്പാൽ മരിച്ചതുകൊണ്ട് അവൻ്റെ ദോഷം പാപങ്ങളെല്ലാം പോയി. ഇത്തം അരുൾ ചെയ്ത് നിന്ന് അരുളും നേരം തത്ര മണ്ടോദരിക്കേണ് വന്നിടിനാൾ. കരഞ്ഞുകൊണ്ട് മണ്ടോദരി ഭാര്യ വന്ന് ലങ്കാധിപൻ മാറിൽ വീണ് കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ട് മോഹിച്ചും പുനരുടൻ അദ്ദേഹത്തിന് രാവണൻ്റെ മാറിൽ വീണിടന്ന് കരയുന്നു മണ്ടോദരി ഭാര്യ. ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരി ജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തി രഥാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു, പങ്ക്തി മുഖാനുജൻ തന്നോട് സാദരം. രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക, പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം അഗ്നി കൂട്ടി ഇവനെ ഈ രാവണനെ സംസ്കരിക്കണം. ഇനിയിപ്പം ആരാ ഉള്ളത്? വിഭീഷണൻ അനുജനല്ലയോ, അപ്പം അനുജൻ ചെയ്യണമല്ലോ. തത്ര വിഭീഷണൻ സ്വന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. ഇത്രത്തോളം പാപം ചെയ്തവരാരും ഈ ഭൂമിയിലില്ല ഈ രാവണനെ പോലെ. ആര് പറയുന്നു? വിഭീഷണൻ. യോഗ്യമല്ലേതും അടിയൻ ഇവൻ ഉടൽ സംസ്കരിച്ചിടുവാൻ എന്ന് കേട്ട് ഏറ്റവും. എന്നാൽ ഞാൻ ഈ യോഗ്യമല്ലേതും അടിയൻ ഇവൻ ഉടൽ സംസ്കരിച്ചിടുവാൻ എന്ന് കേട്ട് ഏറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തമൻ പറഞ്ഞു. പിന്നെയും ചൊന്നാൻ, വിഭീഷൺ തന്നോട് മൽ ബാണമേറ്റ് രണാന്തേ മരിച്ച ഒരു കർപ്പുരാധീശ്വരൻ അറ്റിതു പാപങ്ങൾ. ഇതിൽ പാപികളെ അടക്കാൻ പറ്റാത്തത് കൊണ്ടങ്ങണ്ട് വിഭീഷണൻ എന്തോ പറഞ്ഞ്. അപ്പോൾ പറയുന്നത്, ബഹുമാനമോടെ രഘുത്തൻ പറഞ്ഞു, അത് യോഗ്യമല്ലേതും അടിയന് ഇവൻ ഉടൽ സംസ്കരിച്ചിടുവാൻ എന്ന് കേട്ടു. യോഗ്യമല്ല എന്ന് പറഞ്ഞു. കാരണം ഇവൻ ചെയ്ത പാപം അത്രത്തോളം ഉണ്ട്. അതുകൊണ്ടത് അയാൾക്ക് വയ്യെന്നങ്ങണ്ട് പറഞ്ഞു കാണും. അപ്പോൾ ബഹുമാനത്തോടെ ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു. വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ, വിഭീഷൺ തന്നോട് പറയുന്നു, മൽ ബാണമേറ്റ്, അത് ശ്രീരാമൻ്റെ ബാണമേറ്റ് രണാന്തേ മരിച്ചൊരു, അത് യുദ്ധക്കളത്തിൽ മരിച്ചൊരു കർപ്പുരാധീശ്വരന് അറ്റിതു. ഈ രാവണൻ്റെ പാപം അറ്റ് പോയി. അറ്റിതു വെച്ച പാപങ്ങൾ അറ്റുപോയി. വൈരവും മരണാന്തമെന്നാകുന്നത് ഏറിയ സൽഗതി ഉണ്ടാകുന്നതിന് നീ ഇങ്ങനെ വല്ല ഒരുത്തന് സൽഗതി ഉണ്ടാകാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? ശേഷക്രിയകൾ വഴിയേ കഴിക്കണം. ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്ക് അതിനേതും അകപ്പെടാ. അതും നിനക്കൊരു ദോഷം വരത്തില്ല. നീ അങ്ങനെ ചെയ്യണം. ചന്ദന ഗന്ധാദി കൊണ്ട് ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാലിന്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപ ദേഹം അലങ്കരിച്ച് ആർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ച് തന്നെ പൂർവ്വജന ഉദയക്രിയം ചെയ്ത്. ഇതൊക്കെ നന്നായി തന്നെ ചെയ്യണം. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പൂർവ്വജനായി ഉദകക്രിയം ചെയ്ത്, പൂർവ്വജനായിട്ട് ഈ ചേട്ടനല്ലേ, അതുകൊണ്ട് ഹോത്രാദികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു. തന്നോട് പൂർവ്വജനാണല്ലോ, ജ്യേഷ്ഠനാണല്ലോ, അതുകൊണ്ട് പൂർവ്വജനായി ഉദകക്രിയം ചെയ്ത്, ജ്യേഷ്ഠനായിട്ട് ചെയ്ത് നാരികൾ ദുഃഖം പറഞ്ഞ് പോക്കിച്ചെന്ന് ശ്രീരാമപാദം നമസ്കരിച്ചിരുന്ന. അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ ഈ സ്ത്രീകളെല്ലാം ചെന്ന് ഭഗവാനെ നമസ്കരിച്ചു. നാരികൾ ദുഃഖമൊക്കെ പറഞ്ഞ് ദുഃഖമൊക്കെ പോയിട്ട് ഭഗവാനടുക്ക ചെന്ന് നമസ്കരിച്ചു സ്ത്രീകളെല്ലാം. മാതലിയും രഘുനാഥനെ വന്ദിച്ചു. ജാതമോദം പോയി സുരാലയം മേവിനാൾ ദേവലോകത്തേക്ക്. മാതലി, അത് സാരഥിയായിട്ട് വന്ന് രഥവും കൊണ്ടുവന്നില്ലേ, രഥവും ദേവേന്ദ്രനാണല്ലോ. അങ്ങനെ അദ്ദേഹം രഥവുമായി ദേവലോകത്തേക്ക് പോയി. മാതലി ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം ബുക്ക് ചെയ്തു. ജന്യാവലോകനം ചെയ്ത് നിന്നോറുകൾ, നമ്മൾ കാഴ്ചക്കാരെ നിന്നു. ഈ യുദ്ധം കാണാൻ നിന്നതാണ് ജന്യ അവലോകനം. കണ്ടുകൊണ്ട് നിന്നവരും ഇവിടെ പോയി ചെന്നു നിജ നിജ മന്ദിരം ബുക്ക് ചെയ്തു. അവരവരുടെ മന്ദിരത്തിലേക്ക് അവരവരെല്ലാം പോയി. അതാ ചെന്ന് നിജ നിജ മന്ദിരം ബുക്ക് ചെയ്തു. ജന്യ അവലോകനം ചെയ്ത് നിന്നവർകളും അവിടെ കണ്ടുകൊടുന്നവരെല്ലാം അവരവരുടെ വീട്ടിലേക്ക് പോയി. എല്ലാം നന്നായി കലാശിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു.
ഇനി ഇത് നമുക്ക് അടുത്ത നാളത്തേക്കുള്ള ഇത്രയാണ് ഇന്ന് ചെയ്യേണ്ടുന്നത്. 29-ാം ദിവസം ഞാനിത് രാത്രിയിൽ ഇടുന്നത് എന്തെന്ന് വെച്ചാൽ നാളെ കറണ്ടിൽ നെറ്റില്ലാതെ പോകും, അത് മുടങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ രാത്രി തന്നെ എടുത്തിടുന്നത്. നമ്മൾ ഇപ്പം തന്നെ ഇടുവാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖന. എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥന. നമുക്ക് ആ സൂര്യ ആദ്യത്തെ ഹൃദയം നല്ലൊരു നല്ലൊരു മന്ത്രമാണ്. അത് എല്ലാവർക്കും പഠിക്കണം മക്കളെ. എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി. ആരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത് എഴുതി ഇത് കാണിക്കുക, അപ്പോൾ അറിയാമല്ലോ. എല്ലാവർക്കും ഓം ലോക സമസ്ത സുഖനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.